സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. അപ്പൊ ആദ്യമായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അൽ അമീൻ എന്നാണ്. സ്വദേശം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ് താമസം. സ്റ്റാർട്ടിങ് മുതൽ തന്നെ വളരെ ശക്തമായിട്ട് തന്നെ ഈ ഒരു മേഖലയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് എംപവർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. ബൈ ഗോഡ്സ് ഗ്രേസ് കഴിഞ്ഞ ഒരു 13-ാം തീയതി മുതൽ കോയിൻ ഫോർജിന്റെ സ്റ്റാർട്ടിംഗ് ഡേ മുതൽ തന്നെ നിങ്ങളുടെ കൂടെ ഒരു ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. എനിവേ, നമ്മുടെ ഇന്നത്തെ ഒരു സൂം 300 കടന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കാണണം. വീണ്ടും വീണ്ടും ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിവേ, എല്ലാവരെയും ഒന്നുകൂടെ ഈ ഒരു എംപവർ കമ്മ്യൂണിറ്റിയുടെ കോൺഫോർജിന്റെ ബിസിനസ് പ്രസന്റേഷനിലേക്ക്, സ്പെഷ്യൽ ബിസിനസ് പ്രസന്റേഷനിലേക്ക് എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്യാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു പ്രസന്റേഷൻ, കോയിൻഫോർജിന്റെ സ്പെഷ്യൽ പ്രസന്റേഷൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ബിസിനസ് ടൂൾ ആയിട്ടുള്ള ഈ ഒരു PPT പ്രസന്റേഷൻ ഇവിടെ റിവീൽ ചെയ്യാനായിട്ടും നമുക്ക് വേണ്ട എല്ലാ ഗൈഡൻസ് തരാനും, അല്ലെങ്കിൽ കോയിൻഫോർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ബിസിനസ് പ്രസന്റേഷൻ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് പബ്ലിക്കിന്റെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മേക്ക് ചെയ്തെടുത്ത് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ടും അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്തു തരാനായിട്ടും നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള, നമ്മുടെ ഗ്രേറ്റ് മെന്റർ ആയിട്ടുള്ള, നമ്മുടെ ടെക്നിക്കൽ ഗുരു ആയിട്ടുള്ള, കാലിക്കറ്റ് സ്വദേശിയായിട്ടുള്ള നമ്മുടെ ഹസീം സാറെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം. എല്ലാവരും ഒരു ഡിജിറ്റൽ ക്ലാപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ സൂമിലേക്ക് ഇതിന്റെ ഒരു പ്രയോറിറ്റി മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും നല്ലൊരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാം. വിത്ത് യുവർ ഓൾ പെർമിഷൻ ഐ ഇൻവൈറ്റിംഗ് മൈ ബ്രദർ, മൈ മെന്റർ, മൈ ഹസീം സാറിനെ ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യണം. പ്ലീസ് ഹസീം സാർ. താങ്ക് യു അമീൻ ബ്രോ. ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ്. എക്കോ അങ്ങനത്തെ ഇഷ്യൂ ഇല്ലല്ലോ? നോ പ്രോബ്ലം. റിസപ്ഷൻ ഇഷ്യൂ ഉണ്ട്. കാരണം കഴിഞ്ഞ ഒരു അരമണിക്കൂറായിട്ട് നല്ല ഇടിയും നല്ല മഴയും നല്ല മിന്നലും പുറത്ത് നടക്കുന്നുണ്ട്. ഞാൻ അകത്തിരിക്കുന്നുണ്ട്. അപ്പം വീട്ടിലെ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നത്. കട്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ തന്നെ വേറെ ഡിവൈസും ഞാൻ പാരലായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ തന്നെ റീകണക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും വരുന്നുണ്ട്. അമ്മ ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് അമീൻ ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. നമ്മൾ ഏതായാലും കുറച്ച് നാളുകൾക്ക് ശേഷമാണ്, എനിക്കൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രസന്റേഷൻ എടുക്കാൻ വേണ്ടി ഒരു അവസരം സത്യത്തിൽ കിട്ടുന്നത്. ഇന്നലെ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് എംപവർ എന്ന് പറഞ്ഞ ഈ കമ്മ്യൂണിറ്റിയുടെ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീമാണ് 11 പേരടങ്ങുന്ന ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത്. ഞാൻ അമീൻ ബ്രോ, ഇല്യാസ്ക അടങ്ങുന്ന, ലിബിഷേട്ടൻ, രവീന്ദ്ര സാർ അടങ്ങുന്ന 11ഓളം ആളുകൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ നടത്തിയതിന് ശേഷമാണ് നമ്മൾ അംബാസിഡർ പോലെയുള്ള വളരെ സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ടുള്ള ഒരു 60ഓളം പേര് അടങ്ങുന്ന അംബാസിഡറിലൂടെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കലി കൊണ്ടുപോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എംപവർ എന്ന് പറയുന്നത്. ഏതായാലും എന്നെ ഒരു ചെറിയ രീതിയിൽ പരിചയപ്പെടുത്താം. അറിയാത്തവരോടാണ്. എല്ലാവരും ഓൾമോസ്റ്റ് കുറെ ആളുകൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് അറിയാം. സ്റ്റിൽ കുറെ അധികം ആളുകൾ കോയിൻഫോർജ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഈ 5 വർഷത്തിന് ശേഷം വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് കൂടി ആയതുകൊണ്ട് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇത് പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പുതിയ ആളുകൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്, എംപവർ ഫാമിലി മെമ്പേഴ്സ് ആണ്. സോ അവരോട് പറയാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ്, സോറി. സോ അവരെ അറിവിലേക്കായിട്ട് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അസീം എന്നാണ്, കാലിക്കറ്റ് ആണ് സ്വദേശം. ഒരു നെറ്റ്വർക്ക് മേഖലയിൽ നിന്ന് വന്ന ഒരാളല്ല. ബേസിക്കലി ഞാൻ കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുകളിലായിട്ട് എംപവർ ഫാമിലി മെമ്പർ ആണ്. വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഈ എംപവർ ഫാമിലിയിൽ മാത്രം നിന്നുകൊണ്ട് എംപവർ ഫാമിലി എടുക്കുന്ന തീരുമാനങ്ങളും ഒരുമിച്ചെടുക്കുന്ന ഈ യാത്രയിലുണ്ട്. നല്ല രീതിയിൽ വളരെ സന്തോഷത്തോട്ട് വളരെ ഉള്ള രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് ഒക്കെ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നു. പ്രവാസിയായിരുന്നു, ഒരു 10-17 വർഷം പുറത്തായിരുന്നു. പല കാര്യങ്ങൾ കൊണ്ടെല്ലാം കഴിഞ്ഞ അവസാനം വേറൊരു രീതിയിൽ യൂറോപ്പിലേക്ക് സെറ്റിൽ ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ നാട്ടിലേക്ക് ഫാമിലി ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത ആ ഒരു സമയത്ത് എനിക്ക് എന്താ പറയാ, ഒരു ഡയമണ്ട് അല്ലെങ്കിൽ അതിലുപരി എന്താ പറയാ, അങ്ങനെയുള്ള ഒരു ഭാഗമായിട്ട് കിട്ടിയതാണ് ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ട്രഡീഷണൽ ലൈഫിലേക്ക് പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണെന്നുള്ള ഒരു ഗൈഡൻസ് അമീൻ ബ്രോ അടക്കമുള്ള ആളുകളുടെ അടുത്ത് കിട്ടി. അതുകൊണ്ട് എടുത്ത ഡിസിഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ പോകുന്നു. എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെലിവറി ചെയ്യുന്നത് അത്രയും ക്ലാരിറ്റിയോട് കൂടി ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആളുകളിലൂടെ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സിസ്റ്റം ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും എല്ലാവർക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്ത് ഇതിന്റെ ഡയറക്ഷൻ എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകണം, ഏത് രീതിയിലാണ് സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതെല്ലാം നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് വെച്ചൊരു സിസ്റ്റം കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലിയാണ് എംപവർ ഫാമിലി എന്ന് പറയുന്നത്. സോ
ആ ഫാമിലിയുടെ ഭാഗമാവാൻ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് പറ്റി, നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ച് പേർക്ക് ഇന്ന് പറ്റി എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് പറ്റി, അല്ലെങ്കിൽ നാളെ തൊട്ടോ ഇന്ന് തൊട്ടോ നിങ്ങൾ അതിന്റെ ഭാഗമാവുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത് പ്ലാൻ പ്രസന്റേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഉള്ളടക്കം കൃത്യമായിട്ട് പറഞ്ഞു തരിക എന്നുള്ളതാണ്. സോ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. അമീൻ ബ്രോ ഒന്ന് നോക്കണേ. ഓക്കെ 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 സ്ക്രീൻ ഓൺ ആണ്. ഓക്കെ ഓക്കെ. നൗ നമ്മുടെ ഈ ഒരു കോയിൻഫോർജ് നിങ്ങൾ കാണുന്നുണ്ടാവും സ്ക്രീനിൽ. കോയിൻഫോർജ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റ് എന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലേക്ക് എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രോഗ്രാം നമ്മളിലേക്ക് എംപവർ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന സമയത്ത് എംപവർ അതൊരു ബ്ലൈൻഡ്ലി എടുത്തൊരു ഡിസിഷൻ അല്ല. കോയിൻഫോർജ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ് വിശ്വസിക്കുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രസ്റ്റിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ ഭാഗവും ഫാസ്റ്റ് ട്രാക്ക് മെമ്പർ എന്ന രീതിയിൽ ഞാനും ഈ പറഞ്ഞ 11 ആളുകളും പഠിച്ചിട്ടെടുത്ത തീരുമാനമാണ് ഇത് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കുക. കമ്മ്യൂണിറ്റിയുടെ സക്സസ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാൾക്കും ഇതുകൊണ്ട് ഒരു പെയിൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമാണ് ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുക്കാനുണ്ടായ കാരണം കഴിഞ്ഞ 5 വർഷമായിട്ടും അമീൻ ബ്രോ, ഇല്യാസ്ക അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഈ ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്രസ്റ്റ് ആ രീതിയിൽ കൊണ്ടുവന്നാണ്. അപ്പൊ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ആ ട്രസ്റ്റ് കളയാനുള്ളതല്ല. നമ്മൾ ആ ഒരു ഫാമിലി ബോണ്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ കോയിൻഫോർജ് വന്നപ്പോഴും നമ്മൾ അത്രത്തോളം പഠിച്ചിട്ട് എടുത്തൊരു തീരുമാനമാണ് കോയിൻഫോർജ് ചെയ്യുക എന്നുള്ളത്. സോ കോയിൻഫോർജ് പഠിച്ച് എടുത്ത തീരുമാനത്തിന്റെ പുറത്തുള്ള ഒരു പ്രോജക്റ്റ് ആണ് എന്നുള്ളത് ആമുഖമായിട്ട് ഞാൻ പറയണം. സോ കോയിൻഫോർജ് എന്ന ഈ പ്രോജക്റ്റിന്റെ ഒരു മെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് താഴെ എഴുതി കാണുന്നുണ്ടാവും, ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ വെൽത്ത് തന്നെയാണ്. നമുക്ക് ഡിജിറ്റൽ ആയിട്ട് അസറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പ്രോഗ്രാമാണ് കോയിൻഫോർജ് എന്ന് പറയുന്നത്. സോ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഈ ഒരു പ്രോജക്റ്റിന്റെ ബേസ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി കൊണ്ട്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഇൻവോൾവ് ആയിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ക്രിപ്റ്റോ കറൻസി എന്ന ഒരു സംഭവം അറിയാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയുന്നവർ ഒരുപക്ഷെ പാതി അറിവുള്ളവർക്കായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ എലമെന്റ് ആണ്, ഡിജിറ്റൽ കറൻസിയാണ്. നമുക്ക് കൈകൊണ്ട് തൊടാനോ കണ്ടുകൊണ്ട് കാണാനോ പറ്റില്ലെങ്കിൽ പോലും 2008 മുതൽ ഇന്ന് നമ്മൾ പലപ്പോഴായിട്ട് മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞ പേരിൽ തുടങ്ങിയ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി 2008 സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ പോലും അതിനുശേഷം ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ക്രിപ്റ്റോ കറൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ പല ആളുകളും ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബിറ്റ്കോയിൻ വന്ന സമയത്ത് ബിറ്റ്കോയിൻ ഡെവലപ്പ് ചെയ്ത ഇന്നും അതാരാണെന്ന് റിവീൽ ചെയ്യാത്ത, അതാരാണ് ബിറ്റ്കോയിൻ ഡെവലപ്പ് ചെയ്തത് ഇന്നും അത് പേര് കൊണ്ട് മാത്രം സാത്തോഷി നക്കാമോട്ടോ എന്നുള്ള ഒരു പേര് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു എൻറ്റൈറ്റി ആണോ, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഒരു കമ്പനി ആണോ എന്നൊന്നും ഇന്ന് വരെ റിവീൽ ചെയ്യാത്ത ഒരു ഡെവലപ്പ് ചെയ്ത, ഇൻവെന്റ് ചെയ്ത ഒരു എലമെന്റ് ആണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഈ എൻക്രിപ്റ്റഡ് കറൻസി എന്ന് പറഞ്ഞ ഡിജിറ്റൽ അല്ലെങ്കിൽ വെർച്വൽ കറൻസി. 2008 അത് വരുന്ന സമയത്ത് ഇത് ഇൻവെന്റ് ചെയ്ത സത്തോഷി നക്കാമോട്ടോയുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് വൺ വേൾഡ് വൺ കറൻസി ബിൽഡ് ചെയ്യുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യവും അവരവരുടെ ഓൺ നമ്മുടെ എന്താ പറയുക ലീഗൽ ടെൻഡർ, അവരുടെ രാജ്യത്തിന്റെ കറൻസികൾ മാറ്റിയിട്ട് ഈ ബിറ്റ്കോയിൻ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തെ സ്വപ്നം കണ്ടിട്ടാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി കൊണ്ടുവന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത്, ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ധാരണ പറയാം. നമ്മൾ പഠിച്ച കാലം മുതൽ കേൾക്കുന്നതാണ് ബാർട്ടർ സിസ്റ്റം, എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് മറ്റൊരു സാധനം വാങ്ങുക എന്ന് പറയുന്നത്. ആ ഒരു പഴയ കാലത്ത് ആ ഒരു മെത്തേഡിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ ട്രേഡ് എലമെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതിനുശേഷം ഉണ്ടായ ഗോൾഡ് ഉപയോഗിച്ച് ചെയ്തത്. പിന്നീട് അത് കോയിൻ രൂപത്തിൽ വന്നതും, പിന്നെ പേപ്പർ കറൻസി ആയിട്ട് വന്നു, പിന്നെ ATM കാർഡ്, ഡെബിറ്റ് കാർഡുകളായിട്ട് വന്നു. അതിനുശേഷം ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ഓൺലൈൻ ഈസിയസ്റ്റ് ട്രാൻസാക്ഷൻസ് വന്നു. ലോകത്ത് എവിടേക്കും നമുക്ക് ബാങ്കിങ് വഴി ട്രാൻസാക്ഷൻ നടത്തുന്ന രീതികൾ വന്നു. അവരവരുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓൺലൈൻ ബാങ്കിങ്ങിലൂടെ കാര്യങ്ങൾ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു. ഇതെല്ലാം വളരെ ഡോക്യുമെന്റഡ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റിൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണെങ്കിൽ എൻക്രിപ്റ്റഡ് കറൻസി ആയ ക്രിപ്റ്റോ കറൻസി അവരവർക്ക് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡീസെൻട്രലൈസ്ഡ് ഫോർമാറ്റിലും സെൻട്രലൈസ്ഡ് ഫോർമാറ്റിലും ആളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ എൻക്രിപ്റ്റഡ് കറൻസി അസറ്റ് ആയിട്ട് വാങ്ങിച്ചു വെക്കാനും ലോകത്ത് ആരിലേക്കും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും പറ്റുന്ന ഒരു എലമെന്റ് ആണ്. ഇന്ന് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് എന്താണ് ഈ എന്താ പറയാ എവല്യൂഷൻ ഓഫ് മണി എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എന്താ പറയുക സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഈ പറഞ്ഞ ബാർട്ടർ സിസ്റ്റം മുതൽ അവസാനം നിൽക്കുന്ന ഒരു
സ്ക്രീൻ ഓക്കെ അല്ലേ മീൻ? ഓക്കെ. ഈ ബാർട്ടർ സിസ്റ്റം മുതൽ അവസാനം നിൽക്കുന്ന ഈ ക്രിപ്റ്റോ കറൻസി ഉള്ള ഒരു ഇമേജ് അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 2008 മുതൽ വന്നെങ്കിൽ പോലും ഇതിന്റെ ഇടയിൽ കൂടി കയറി വന്നതാണ് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള നെറ്റ്വർക്ക് എങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ രീതി എങ്കിൽ പോലും, ക്രിപ്റ്റോ കറൻസി 2008 മുതൽ വന്ന് വെറും 0 വാല്യൂവിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബിറ്റ് കോയിൻ ഇന്ന് 1 കോടി രൂപയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു യൂണിറ്റിന്റെ വില ഉണ്ടെങ്കിൽ, അതിന്റെ ഇടയിൽ പല ക്രിപ്റ്റോ കറൻസികളും വന്നു. പല ക്രിപ്റ്റോ കറൻസികളും അതിന്റെ റാങ്കിങ് മെത്തേഡുകൾ അല്ലെങ്കിൽ അതിന്റെ വാല്യൂകൾ കൂടുകയും കുറയുകയും ചെയ്യുകയും, ഇന്ന് എങ്ങനെ നോക്കിയാലും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 500ഓളം ക്രിപ്റ്റോ കറൻസികളാണ് എന്നും മാർക്കറ്റിലെ ആളുകൾ ഇപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ കറൻസികൾ. സോ അതില് അങ്ങനെയുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണ് നമ്മുടെ ഈ CoinForge എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇന്ന് ഇന്ത്യ പോലും അല്ലെങ്കിൽ ഓരോ രാജ്യവും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് കാര്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മുടെ ഒരു ഗവൺമെന്റ് സെക്ടറുകളാവട്ടെ പ്രൈവറ്റ് സെക്ടറുകളാവട്ടെ എല്ലാവരും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് മാറുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഇപ്പൊ ഒരു ഹാക്കിങ് അല്ലെങ്കിൽ ഇതിലൊരു മാറ്റത്തിരുത്തലുകൾ വരുത്താൻ പറ്റാത്ത രീതിയിൽ കൃത്യമായിട്ട് ഓഡിറ്റിംഗ് ചെയ്ത് കൃത്യമായിട്ട് നോഡിലൂടെ ആ ലെഡ്ജർ പ്രോസസ്സ് റെക്കോർഡിക്കലി കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. അത് അവിടെ ആർക്കും തന്നെ അതിലൊരു ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റില്ല, ഹാക്ക് ചെയ്യാൻ പറ്റില്ല, മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. പ്രത്യേകിച്ചും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൂടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ലൂട്ടിംഗ് സിസ്റ്റം നടക്കില്ല. ഓക്കെ, അത് ലൂട്ടിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ അവരവരുടെ സെക്യൂർ ആയിട്ടുള്ള കോഡുകളൊക്കെ വേറെ ആൾക്ക് ഷെയർ ചെയ്യുന്നതിനെ നമുക്ക് ഒരിക്കലും ഹാക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. അതിന് പറയുന്നത് ലൂട്ടിംഗ് എന്നാണ്. നമ്മൾ വേറെ ആൾക്ക്, നമുക്കും ആളുടെയും കയ്യിൽ അതിന്റെ കീ ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് വളരെ വളരെ റെയർ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അത് ഒരിക്കലും അത് ഹാക്കിങ്ങിന്റെ പ്രോസസ്സ് അല്ല, ലൂട്ടിങ്ങിന്റെ പ്രോസസ്സാണ്. പക്ഷെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഗവൺമെന്റ് നോക്കുകയാണെങ്കിൽ തന്നെ, കേരളത്തിൽ പോലും നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഓരോ ഗവൺമെന്റ് സെക്ടറുകളും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് മാറുകയാണ്. നമ്മൾ ഒട്ടും അറിയാത്ത ഒരു കാര്യമാണ് ഇപ്പൊ നടക്കുന്ന ഈ ഡിജിറ്റൽ സർവേ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും അറിയുന്നുണ്ടാവും ഡിജിറ്റൽ സർവേ ഒക്കെ നാട്ടിലൊക്കെ നടക്കുന്നത്. പക്ഷേ ഈ ഡിജിറ്റൽ സർവേ പോലും നടത്തുന്നത് ഇനി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ലോക്കൽ ആധാരങ്ങൾ, നോർമൽ പ്രമാണങ്ങൾ മാറിയിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നിൽക്കുന്ന സ്മാർട്ട് കോൺട്രാക്ട്, ഡിജിറ്റൽ കോൺട്രാക്റ്റുകളിലേക്ക് നമ്മുടെ ആധാരങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന കോൺട്രാക്റ്റുകളാക്കി മാറ്റാൻ വേണ്ടി അതെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും ഒട്ടുമിക്ക സ്റ്റേറ്റുകളും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് മാറി. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആണെങ്കിൽ പോലും ഓരോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നോക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ലക്ഷക്കണക്കിന് ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടെന്ന്. എന്നാൽ 200-ൽ കൂടുതൽ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കുകൾ ഉണ്ട്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകൾ 200-ൽ കൂടുതലുണ്ട്. ആ നെറ്റ്വർക്കുകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നെറ്റ്വർക്കാണ് എത്തേറിയം നെറ്റ്വർക്ക്. ആ എത്തേറിയം നെറ്റ്വർക്കിന്റെ സെക്കൻഡ് ലെയർ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തേറിയം നെറ്റ്വർക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷന്റെ ഫീസുകളൊക്കെ വളരെ കൂടുതലാണെങ്കിൽ അതിന്റെ സെക്കൻഡ് ലെയർ ആയിരിക്കുന്ന പോളിഗൺ ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുമ്പോൾ ട്രാൻസാക്ഷൻ ഫീസ് കുറവായിരിക്കും. മാത്രമല്ല എത്തേറിയം നെറ്റ്വർക്കിൽ ഫീസ് കൂടുതലെന്ന് മാത്രമല്ല, ഓരോ മിനിറ്റിലും 60-70 ട്രാൻസാക്ഷൻ മാത്രമാണ് നടക്കുന്നതെങ്കിൽ പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ 60,000-ഓളം ട്രാൻസാക്ഷൻ ആണ് ഒരു മിനിറ്റിൽ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ചീപ്പായിട്ട് വളരെ എന്താ പറയുക ഫീസ് കുറവായിട്ട് ട്രാൻസാക്ഷൻ ഫീസ് കുറവ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് പല ഗവൺമെന്റ് സെക്ടറുകളും, പോലീസ് സ്റ്റേഷനുകളാവട്ടെ, ഗവൺമെന്റ് സ്ഥാപനങ്ങളാവട്ടെ എല്ലായിടത്തും ഇപ്പം ബ്ലോക്ക് ചെയിൻ കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്, ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കാണ് പോളിഗൺ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. സോ പോളിഗൺ ബ്ലോക്ക് ചെയിൻ, എത്തേറിയം ബ്ലോക്ക് ചെയിൻ, സൊലാന ബ്ലോക്ക് ചെയിൻ പോലുള്ള 200-ൽ കൂടുതൽ ബ്ലോക്ക് ചെയിൻ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതും ഈ പ്രോജക്റ്റിലേക്ക് ഈ ഡെവലപ്പർ ഉപയോഗിച്ചിരിക്കുന്നത് പോളിഗൺ ബ്ലോക്ക് ചെയിൻ ആണ്. സോ പോളിഗൺ ബ്ലോക്ക് ചെയിന്റെ പൊസിഷൻ ആണ് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ നോൺ ഹാക്കബിൾ ആയിട്ട് റൺ ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം, ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം. സോ ഇതില് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ CoinForge എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ മെയിൻ ഒരു വിഷൻ എന്ന് പറയുന്നത് CoinForge ബ്ലോക്ക് ചെയിൻ പവേർഡ് ആയിട്ട് ഒരു എക്കോസിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. പ്ലസ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ്, എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കോൺട്രാക്റ്റുകളാണ്. നേരത്തെ പറഞ്ഞ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന കോഡിങ്ങിലൂടെ ചെയ്യുന്ന കോൺട്രാക്റ്റുകളാണ് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. കോഡിങ്ങിലൂടെ ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ, അത് ബ്ലോക്ക് ചെയിനും കോഡിങ്ങും അറിയുന്ന ആളുകൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലായെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഡിങ്ങിലൂടെ ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ വളരെ ഓട്ടോമേറ്റഡ് ആയിട്ട് റൺ ചെയ്യാനാണ് അതൊരു ഡീസെൻട്രലൈസ്ഡ് ഫോർമാറ്റിൽ റൺ ചെയ്യുന്നത്. ഇതിന്റെ അടുത്ത ഭാഗത്ത് കുറച്ച് പോയിന്റുകൾ ഞാൻ പറയുന്നുണ്ട്, അതിൽ ഡീസെൻട്രലൈസ്ഡ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. മനസ്സിലാക്കേണ്ടത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഒരാൾക്കും തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഡെവലപ്പർക്ക് പോലും ഇൻവോൾവ്മെന്റ് ആവാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്ട്. ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകളോടാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഭാഗമാകുന്നതും. ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകളിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിരുത്തലുകൾ വരുത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പർക്ക് പറ്റും, വേറൊരാൾക്ക് പറ്റൂല എന്നല്ല.
ഡെവലപ്പർക്ക് പോലും പറ്റൂല എന്ന് പറയാൻ കാരണം ഇത് ഒരിക്കൽ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാം അത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ കണക്ട് ചെയ്ത് ഡീസെൻട്രലൈസ്ഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് അവിടെ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ല. അതായത് മറ്റൊരു ആളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ 100% എപ്പോഴും ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ലാതെ പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാം. ആളുകൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്ര കണ്ട് ആളുകൾക്ക് ഇതൊന്ന് വരുമാനം ഉണ്ടാക്കണം അത്ര കണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോളിഗൺ ബ്ലോക്ക് ചെയിനിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ പോളിഗൺ ബ്ലോക്ക് ചെയിന്റെ പൊസിഷൻ എത്രത്തോളം വലുതാണെന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സോ പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം പ്ലസ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻ എലമെന്റ് എന്ന് പറയുന്നത് USDT ആണ്. ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, അവിടെ ബിറ്റ് കോയിന് പോലെയുള്ള ക്രിപ്റ്റോ കറൻസികളാണ് തുടക്കകാലത്ത് വന്നെങ്കിൽ പോലും ഇന്ന് ലോകത്ത് 2 ലക്ഷത്തിൽ കൂടുതൽ ക്രിപ്റ്റോ കറൻസി ഉണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് സെക്കൻഡ് റാങ്കിൽ നിൽക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ് USDT. പക്ഷെ അന്ന് 2008-ലും 2009-ലും 2010-ലും ഇന്ന് ഒരു കോടി രൂപ ഒരു ബിറ്റ് കോയിൻ ആയിട്ടുണ്ടെങ്കിൽ USDTയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ USDTയുടെ വില കൂടുകയും ചെയ്യില്ല കുറയുകയും ചെയ്യില്ല. എന്നും അമേരിക്കൻ ഡോളറിന്റെ പ്രൈസ് എന്താണോ അതാണ് USDTയുടെ റേറ്റ് എന്ന് പറയുന്നത്. സോ USDT എന്ന് പറയുന്നത് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 90-91 രൂപക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ USDT വാങ്ങാനും വിൽക്കാനും പറ്റും. സോ അവിടെ നമുക്ക് എക്സ്ചേഞ്ച് വഴി വെക്കാം, നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസാക്ഷൻ നടത്താം. സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ എലമെന്റ് എന്ന് പറയുന്നത് USDT ആണ്. അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ക്രിപ്റ്റോ പ്രോജക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട് മോറിസ്കോനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ കേൾക്കാത്ത മറ്റുള്ള കുറെ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ശരിയാണ്, കാരണം ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ചും ആളുകളുടെ മനസ്സിൽ ഓടി വരുന്നത് ഇതുപോലെ സ്കാമിനെ കുറിച്ചാണ്. നമ്മളെ ഒരു പ്രത്യേകത എന്താണെന്ന്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകളുടെ ഒരു സെക്യൂരിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലുള്ള ഇഷ്യൂ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോബ്ലംസ് വരാത്ത 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് റൺ ചെയ്യുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് മാത്രമാണ് എംപവർ ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന എലമെന്റും ഞാൻ ഈ പറയാൻ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് USDT ആണ്. അത് അമേരിക്കൻ ഡോളറായിട്ട് സ്റ്റേബിൾ ആണ്, അത് വില കൂടുകയുമില്ല കുറയുകയുമില്ല. എപ്പോഴാണ് അമേരിക്കൻ ഡോളറിന്റെ വിലയിൽ ചെറിയ മാറ്റ വ്യത്യാസം വന്നേക്കാം. ഇന്ന് അമേരിക്കൻ ഡോളറിന്റെ മാർക്കറ്റ് റേറ്റ് കറൻസിന്റെ വില 84-85 ഒക്കെ ആണെങ്കിൽ ഇവിടെ USDTയുടെ വില ഇന്ത്യൻ മാർക്കറ്റിൽ എപ്പോഴും 89 മുതൽ 92 രൂപയുടെ ഇടയിലായിരിക്കും. ഇന്ന് എംപവർ കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും ആളുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും സ്റ്റേബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. അത് 91 രൂപയാണ്. ക്ലിയർ? ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് ഇൻസ്റ്റന്റ് പേ ഔട്ട് ആണ്. ഇൻസ്റ്റന്റ് പേ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തൊരു ആക്ടിവിറ്റി നമ്മളുമായിട്ട് കണക്ട് ചെയ്ത നമ്മുടെ നെറ്റ്വർക്കിൽ നടക്കുമ്പോഴും ആ സെയിം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തന്നെ നമുക്ക് അതിന്റെ ഇൻകം വരുമാനമായിട്ട് നമ്മുടെ വാലറ്റിൽ കയറും. സെയിം സെക്കൻഡിൽ, അല്ലാതെ ഒരു പിന്നീട് ഒരിക്കലോ മറ്റുള്ള അല്ലെങ്കിൽ ഒരു MLM ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ അവിടെ PV മാച്ചിങ് അല്ലെങ്കിൽ Aയും Bയും മാച്ച്. ഞാൻ ഈ നെറ്റ്വർക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് അറിയാവുന്ന ഒരു മേഖല ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. പലപ്പോഴും പേയ്മെന്റുകളൊക്കെ നമുക്ക് കിട്ടേണ്ട ഇൻകം അവരുടെ സൗകര്യത്തിനും അവർ പല രീതിയിലും അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവിടെ അവരുടെ ടൈം ഫ്രെയിം അനുസരിച്ചിട്ടും അവരുടെ ഇൻവോൾവ്മെന്റ് അനുസരിച്ചിട്ടും അവരുടെ അക്കൗണ്ട്സ് ഡിസൈഡ് ചെയ്യുന്ന ടൈം അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് പേയ്മെന്റ് കിട്ടുന്നെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന പേയ്മെന്റ് ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ്. ഇൻസ്റ്റന്റ് പേ ഔട്ട് ആണ്. ആ സെയിം സെക്കൻഡിൽ എന്തൊരു ആക്ടിവിറ്റി നടക്കുമ്പോഴും നമ്മുടെ ക്രിപ്റ്റോ വാലറ്റിൽ, ഒരിക്കലും ഇവിടെ പബ്ലിക് ആയിട്ടുള്ള ഒരു വാലറ്റ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വാലറ്റ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, പബ്ലിക് ആയിട്ടുള്ള ഏതൊരാൾക്കും ലോകത്ത് 500 മില്യണിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വാലറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. പ്രൈവറ്റ് ആയിട്ട് വാലറ്റ് അല്ല എന്ന് ഞാൻ പ്രത്യേകം പോയിന്റ് ചെയ്യുന്നത് നമുക്കറിയാം. MTFE, ടൈറ്റാൻ ക്യാപിറ്റൽ, ഞാൻ പേരെടുത്ത് പറയല്ല, ഇതെല്ലാം തന്നെ ആളുകൾക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങളും പെയിനും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകളായിട്ട് വന്നിട്ട് കാശ് അടിച്ചു കുറേ ആൾക്കാരാണ്. ഇതെല്ലാം അവരവരുടെ ഓൺ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ വാലറ്റിലേക്ക് ആളുകൾ കൊണ്ട് USDT ഇടിപ്പിച്ച് അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പലിശ പോലെ ഒരു കോമ്പൗണ്ട് പ്രോഫിറ്റ് തരാന്നൊക്കെ പറഞ്ഞ് ഇത്ര പെർസെന്റേജ് തരാന്ന് പറയുന്ന സിസ്റ്റമാണ്. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ആ രീതിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഓഫർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അല്ല ഇത്. നമുക്ക് ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ആക്റ്റീവായിട്ടും പാസീവായിട്ടും ഒക്കെ ഇൻകം കിട്ടും. അതൊക്കെ ആ സെയിം സെക്കൻഡിൽ തന്നെ കിട്ടും. അല്ലാതെ നമുക്കൊരു ഇൻകം വന്നിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേയ്മെന്റ് വിഡ്രോവൽ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കണം, ഈ രീതിയിലുള്ള ഒരു പ്രോസസ്സും ഇല്ല. നമുക്ക് എപ്പോഴാണോ ഇൻകം നമ്മുടെ നെറ്റ്വർക്കിൽ കിട്ടുന്നത് ആ സെയിം സെക്കൻഡ് നമ്മുടെ വാലറ്റിൽ വരും. ആ സമയം മുതൽ നമ്മുടെ കൺട്രോളാണ്, നമ്മുടെ ചോയ്സ് ആണ് അത് എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഗ്ലോബൽ ആക്സസിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ലോകത്ത് ഏത് നെറ്റ്വർക്കുള്ള ഏതൊരാളുമായിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മറ്റുള്ള കാര്യങ്ങളായിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് എന്തൊരു ബിസിനസ്സും നമ്മൾ നിൽക്കുന്ന നാടുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി ആയിട്ട് പുറത്തുള്ള ആളുകളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ലോകത്ത് ഏതൊരാളുമായിട്ടും നമ്മുടെ ഇൻവിറ്റേഷൻ ലിങ്ക് ലോകത്ത് ആർക്ക് അയച്ചു കൊടുക്കാനും അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയിലും പോലും പലത് രീതിയിൽ നമുക്ക് ഇൻകം കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. സോ ഗ്ലോബൽ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും കൊടുക്കാം. നമ്മൾ നിൽക്കുന്ന നാട്ടിലോ നമ്മൾ നിൽക്കുന്ന സ്റ്റേറ്റിലോ നമ്മൾ നിൽക്കുന്ന രാജ്യത്തോ അല്ല, ഏതൊരു നാഷണാലിറ്റിക്കും ഏത് രാജ്യത്തേക്കും നമ്മുടെ ഇൻവിറ്റേഷൻ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് അവർ ഇതിന്റെ ഭാഗമാക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. ദെൻ 100% ഡീസെൻട്രലൈസ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു രീതിയിലും തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ലാതെ
ഒരാൾക്കും മാറ്റത്തിരുത്തുകൾ വരുത്താൻ പറ്റാത്ത രീതിയിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ പോളിഗൺ നെറ്റ്വർക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇത് ഒരിക്കലും ഈ ചെയ്തു വെച്ചിരിക്കുന്ന കോഡിങ്ങിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. പിന്നെ പാസീവ് ഇൻകം ആയിട്ട് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മൾ ആക്റ്റീവ് ആണെങ്കിലും നമ്മൾ ഇനാക്റ്റീവ് ആണെങ്കിലും നമുക്ക് ഇൻകം കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. പ്ലസ് സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ആണ്. ഇത് ഒരിക്കലും നിന്ന് പോകുന്ന രീതിയിൽ 100% ട്രാൻസ്പെറന്റ് ആണ്. പോളിഗൺ ബ്ലോക്ക് ചെയിന്റെ പോളിഗൺ നെറ്റ്വർക്ക് പോയി കഴിഞ്ഞാൽ, പോളിഗൺ സ്കാനർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ട്രാൻസാക്ഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരാളുടെ ട്രാൻസാക്ഷനും നമുക്ക് വെരിഫൈ ചെയ്യാനും നോക്കാനും അത് ട്രാക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. അതിൽ നിന്നും ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ലെങ്കിലും നമ്മുടെ നമ്മുടെ വാലറ്റ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഈ എൻ്റെ നെറ്റ്വർക്കിലുള്ള ഏതൊരാളുടെ വാലറ്റും നമുക്ക് നോക്കാനും അത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ രീതിയിൽ ചെയ്തൊരു പ്രോഗ്രാമാണ്. ആൻഡ് ഫൈനലി റോയാലിറ്റി ഇൻകം. റോയാലിറ്റി ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഇതിനൊരു പ്രത്യേക ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ജനുവരി 1, 2026 മുതൽ റോയാലിറ്റി ഇൻകം കിട്ടുന്ന രീതി, അതൊരു ഒരു സാലറി കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാം. അത് എല്ലാ മാസം 1-ാം തീയതി കിട്ടുമെന്നുള്ള കമ്മിറ്റ്മെന്റോട് കൂടി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ ബേസിക്കലി പ്രീ ലോഞ്ചിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കോയിൻഫോർജ് എന്ന് പറയുന്നത്. ലോഞ്ചിങ്ങിലേക്ക് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏർലി ബേർഡ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഭാഗമാവാൻ പറ്റിയെന്നുള്ളതാണ്. സോ ദെൻ ഇതിന്റെ റോഡ് മാപ്പ് എന്താണെന്നുള്ളതാണ്. റോഡ് മാപ്പ് ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ ചെറിയ രീതിയിലേ കാണാൻ പറ്റുള്ളൂ, കാരണം ഇതിന്റെ വേർഡിങ് വളരെ ചെറുതാണ്. സോ ഞാൻ സൂം ചെയ്ത് വെക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിന്റെ റോഡ് മാപ്പിൽ ആദ്യത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ കിക്ക് ഓഫ് എന്ന് പറയുന്നത് മാർച്ച് 2025 ആ പ്രോഗ്രാമിൽ ഫോർജ് റൈസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, ഫോർജ് റൈസ് എന്ന് പറയുന്നത് ഇതിന്റെ ആദ്യത്തെ ഇനീഷ്യൽ പ്രോഗ്രാം. നമുക്ക് ആളുകളിലേക്ക് കണക്ട് ചെയ്യാനും ആളുകൾക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ നമുക്ക് ആളുകൾ കൊടുത്തുകൊണ്ട് ആളുകൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും നമുക്ക് റെഫറൽ ഇൻകം ആയിട്ടും ലെവൽ ഇൻകം ആയിട്ടും ഗ്ലോബൽ ഇൻകം ആയിട്ടും അങ്ങനെയുള്ള ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എനർജി ടോക്കന് അതുവഴി നമുക്ക് കിട്ടാവുന്ന എന്താ പറയാ ബൈ പ്രോഡക്റ്റിന് ബദലായിട്ട് കിട്ടുന്ന അവരുടെ ഓൺ ടോക്കൺ, ഈ പ്രോജക്റ്റിന്റെ ഓൺ ടോക്കൺ, ഇങ്ങനെ എല്ലാം കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത ആദ്യത്തെ പ്രോഗ്രാമിൽ 9 കോൺട്രാക്റ്റിൽ ആദ്യത്തെ 6 കോൺട്രാക്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് മാർച്ച് 2025 കഴിഞ്ഞ 6 മാസമായിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നോക്കി, ടെസ്റ്റിംഗ് കഴിഞ്ഞു, അതിന്റെ ഗ്ലിച്ച് ഒന്നുമില്ല, നെറ്റ്വർക്ക് പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം പ്രീ ലോഞ്ച് നടന്നിരിക്കുന്നത് 2025 മാർച്ചിലാണ്. അത് 13-ാം തീയതി മാർച്ചിലായിരുന്നു. ഇപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഹാർഡ്ലി ഒരു 20-21 ദിവസം മാത്രമായിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അതിന്റെ അർത്ഥം ഇതൊരു നമുക്ക് ഏർലി ബേർഡ് ആകാൻ കിട്ടിയ ഭാഗ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടക്കത്തിൽ കയറി നിൽക്കുമ്പോൾ ഇത് എപ്പോഴും പൂട്ടി പോകാമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ അത്രയും സെക്യൂരിറ്റി ഞാൻ പറഞ്ഞതിന്റെ റീസൺ അതാണ്. സോ ആദ്യത്തെ 9 കോൺട്രാക്റ്റിൽ ആദ്യത്തെ 3 കോൺട്രാക്ട് ലൈവ് ആയിരിക്കുന്നത് ഇപ്പോഴാണ്. അതാണ് പ്രീ ലോഞ്ച് പീരീഡിൽ നടന്നിരിക്കുന്ന ആ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന, നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ 9 കോൺട്രാക്റ്റില് പ്രീമിയം കോൺട്രാക്റ്റുകളാണ് 7ഉം 8ഉം 9ഉം കോൺട്രാക്റ്റുകൾ. ഇതിന്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ കാണാൻ പറ്റും. സോ ഫോർജ് റേസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ടോട്ടൽ 9 കോൺട്രാക്റ്റിൽ ആദ്യത്തെ 6 കോൺട്രാക്ട് റൺ ചെയ്യുന്നത് ഇപ്പോഴാണ് ലൈവ് ആണ് ഓൾറെഡി. ഇനി 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും കോൺട്രാക്ട് Q3 2025 ലൈവ് ആകും എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്ത റോഡ് മാപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ മൈനിങ് എന്ന് പറഞ്ഞ ഒരു ഏരിയയും കൂടി ഉണ്ട്. മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പ്രൊജക്റ്റിൽ വഴി കൊണ്ടുവരുന്ന ഒരു ഓൺ ക്രിപ്റ്റോ കറൻസി ഉണ്ട്. ആ ക്രിപ്റ്റോ കറൻസി അതിന്റെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും കൂടിയും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അതിന്റെ ഒരു നെടുന്തൂണായിട്ട് നിൽക്കാനും വേണ്ടിയിട്ടാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ബേസിക്കലി ഫോർജ് റൈസ് എന്ന് പറയുന്നത്. ഈ ഫോർജ് റൈസിലൂടെ എത്ര ആളുകളിലേക്ക് നമ്മൾ കൊടുത്താലും, ഈ പറയുന്ന കോൺട്രാക്റ്റുകൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താലും, നമ്മൾ എത്ര നെറ്റ്വർക്കിലേക്ക് ഇത് ബിൽഡ് ചെയ്ത് പോയാലും ഒക്കെ തന്നെ നമുക്ക് ഇതിന്റെ വലിയ ഭാഗമായിട്ട് നിൽക്കാനും വലിയ രീതിയിൽ അതിന്റെ ഓരോ കാര്യങ്ങളും അതിന് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആയിട്ടും അതിന് നമുക്ക് എന്താ പറയാ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറെ കാര്യങ്ങളെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തത്. സോ മൈനിങ് എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നെറ്റ്വർക്കിലേക്ക്, അതായത് ഈ ഓൺ നെറ്റ്വർക്ക് അല്ലാതെ പബ്ലിക്കിലേക്ക് പോലും ആളുകൾക്ക് മൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലും ഇതിന്റെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന മെമ്പർമാർക്ക് മൈൻ ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് ഇതിന്റെ കോയിന് മൈൻ ചെയ്തെടുക്കാം. അതായത് ഇതിൽ ആക്ടിവിറ്റിയിൽ പങ്കെടുത്തുകൊണ്ട് അഡീഷണൽ ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഡെയിലി ടാസ്കും ഇങ്ങനെ കുറെ ഗെയിമിങ്ങിലൊക്കെ പങ്കെടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും അവരുടെ ഓൺ കോയിൻ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഡിസൈൻ ചെയ്ത ഒരു ഏരിയ ആണ് മൈനിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത 4-ാമത്തെ ഏരിയ എന്ന് പറയുന്നത് എയർ ഡ്രോപ്പ് ആണ്. എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഓരോ കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങളെ നെറ്റ്വർക്കിൽ ആളുകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എനർജി ടോക്കൺ കിട്ടുന്നുണ്ട്. ആ എനർജി ടോക്കൺ എത്രയാണോ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്, ആ കളക്ട് ചെയ്തിരിക്കുന്ന എനർജി ടോക്കണിന് ക്വാണ്ടിറ്റിക്ക് ബദലായിട്ട് അവരുടെ ഓൺ ടോക്കൺ ഈ കളക്ട് ചെയ്ത എനർജി ടോക്കണിന് ബദലായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ആ ബൈ പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് 1:1 എത്രയാണോ എനർജി ടോക്കൺ ഉള്ളത് അത്രയും നമുക്ക് അവരുടെ ഓൺ കോയിൻ നമുക്ക് തരുന്നതാണ്. ദെൻ അടുത്തെന്ന് പറയുന്നത് ഇതിന്റെ കോയിൻ ലിസ്റ്റിംഗ് ആണ്. കോയിൻ ലിസ്റ്റിംഗ് കറന്റ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡിസംബർ 2025 മുമ്പ് തന്നെ ലിസ്റ്റ് ചെയ്യണമെന്നും $0.5 സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര കണ്ട് കമ്മ്യൂണിറ്റി അഗ്രസീവ് ആണോ ഗ്ലോബലി അതുപോലെ തന്നെ ആയിരിക്കും അതിന്റെ എല്ലാ രീതിയിലുള്ള റിസൾട്ട് എന്ന് വരുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ്
കോയിനൊക്കെ ബിൽഡ് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫോർജ് റൈസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മാക്സിമം എനർജി ടോക്കൺ കളക്ട് ചെയ്തുകൊണ്ട് മാക്സിമം മൈനിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് എയർ ഡ്രോപ്പിലൂടെ മാക്സിമം കളക്ട് ചെയ്തുകൊണ്ട് കോയിൻ ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വലിയൊരു അസറ്റ് അതിലൂടെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അതിന് മാക്സിമം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് റോയൽറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു ജനുവരി 2026 എല്ലാ മാസവും 1-ാം തീയതി ജനുവരി 2026 മുതൽ എല്ലാ മാസവും 1-ാം തീയതി റോയൽറ്റി കമ്മ്യൂണിറ്റിക്ക് അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവർക്ക് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന മെമ്പർ ആണെങ്കിൽ അവർക്ക് ആ റോയാലിറ്റി കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് പ്ലേസ് നമുക്കറിയാം, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് സൈറ്റുകളാണെങ്കിൽ NFT മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നോൺ ഫഞ്ചബിൾ ടോക്കൺസ്. ഈ നോൺ ഫഞ്ചബിൾ ടോക്കൺസ് എന്ന് പറയുന്നത് ഈ ആർട്ടുകളും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ NFT കളായിട്ട് ഇന്ന് മാർക്കറ്റിൽ ഡിജിറ്റൽ അസറ്റുകൾ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഓപ്പൺ സീ മാർക്കറ്റ് പോലെ NFT മാർക്കറ്റിന്റെ ഒരു പ്ലാറ്റ്ഫോമും കൂടിയും ഇവിടെ നമ്മുടെ ഇന്റർഫേസിൽ വരുന്നതാണ്. അവിടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള NFT-യും പബ്ലിക്കിൽ നിന്ന് വാങ്ങുന്ന NFT ഒക്കെ നമുക്ക് ഇവിടെ സെല് ചെയ്യാനും ഇടാനും ലിസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. സോ നമുക്കറിയാം ആമസോണിലെ ആളുകൾ ബൈ ആൻഡ് സെൽ എങ്ങനെ നടത്തുന്നത്. അതിന് പകരം ഡിജിറ്റൽ അസറ്റുകൾ നമുക്കിവിടെ ബൈ ആൻഡ് സെൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് പ്ലേസും കൂടി ഇതിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് ജനുവരി 2026 അല്ലെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 2026 പ്ലാൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. ദെൻ ഫൈനലി ആസ് ഓഫ് നൗ ഗെയിമിംഗ് ഏരിയ എന്നുണ്ട്. അപ്പോൾ ഗെയിമിംഗ് കൂടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് പ്ലേ ചെയ്യാനും കൂടുതൽ കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനും പറ്റുന്ന രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ആദ്യം പറഞ്ഞിരിക്കുന്ന ഫോർജ് റൈസ്, അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് മാക്സിമം ഇൻകം കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഫോർജ് റൈസ് എന്ന് പറയുന്നത്. ഇപ്പം അത്ര കണ്ട് അഗ്രസീവ് ആയിട്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ് ഫോർജ് റൈസ് എന്ന് പറയുന്നത്. സോ ആ ഫോർജ് റൈസ് എങ്ങനെയാണ് എന്ന് നോക്കാം. ഫോർജ് റൈസിൽ തന്നെ നമുക്ക് രണ്ടായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് 5 ജനറേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്റ്റുകളും ഉണ്ട്, അതേപോലെ തന്നെ ഗ്ലോബൽ ഷെയർ എന്ന് പറഞ്ഞ കോൺട്രാക്റ്റുകളും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 9 കോൺട്രാക്റ്റുകൾ ഉണ്ടെന്ന്. ആ 9 കോൺട്രാക്റ്റുകൾ ആദ്യത്തെ 6 കോൺട്രാക്റ്റുകളിലും ഈ പറഞ്ഞ 5 ജനറേഷനും ഉണ്ട്, ഗ്ലോബൽ ഷെയറും ഉണ്ട്. ഈ 5 ജനറേഷൻ ആണെങ്കിലും ഗ്ലോബൽ ഷെയർ ആണെങ്കിലും ഇതിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിൽക്കുന്ന കോൺട്രാക്റ്റുകളെല്ലാം തന്നെ നമ്മൾ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിന് വാല്യൂ ഉണ്ട്. അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ റെഫറൽ ഇൻവിറ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആര് തന്നെ ഈ 5 ജനറേഷൻ ആവട്ടെ ഗ്ലോബൽ ഷെയർ ആവട്ടെ കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്തും അതിന്റെ 40% നമ്മുടെ റെഫറൽ ഇൻകം ആണ്. അതിൽ അവിടെ ഒരു രീതിയിലുള്ള കണ്ടീഷനും ഇല്ല, ഒരു ലിമിറ്റും ഇല്ല, ഒരു രീതിയിലുള്ള ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കണ്ടീഷനായിട്ട് വെച്ചിട്ടില്ല. നമ്മുടെ ഇൻവിറ്റേഷൻ ലിങ്ക് ഉപയോഗിച്ച് ആര് ചെയ്താലും അത് $50 ഒരു കോൺട്രാക്ട് മാത്രമാവട്ടെ, 50, 100, 150, 200, 250, 300, ഭാവിയിൽ അത് 500, 1000, 1500 പോലുള്ള ഏത് കോൺട്രാക്ട് നമ്മൾ ആക്റ്റീവായി നിൽക്കുന്ന നമ്മുടെ കോൺട്രാക്ട് തന്നെ അവരും കൂടി ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ കോൺട്രാക്റ്റിന്റെയും 40% നമ്മുടെ റെഫറൽ ഇൻകം ആണ്. വലിയ അട്രാക്റ്റീവ് ആയിട്ട് രീതിയിൽ ഡിസൈൻ ചെയ്ത ഫസ്റ്റ് പോയിന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, 5 ജനറേഷൻ കോൺട്രാക്റ്റുകളിൽ നിന്ന് നമുക്ക് 8% ലെവൽ ഇൻകം കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ട്രീ ഉണ്ട്. ആ ട്രീയിൽ 5 ലെവൽ വരെ നമുക്ക് ട്രീയിൽ നിന്ന് ഇൻകം കിട്ടും. അത് 3905 ആളുകളിൽ നിന്ന് 9 കോൺട്രാക്റ്റിന്റെ 5 ജനറേഷൻ കോൺട്രാക്റ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5.9 കോടിയോളം വരുമാനം ജനറേഷൻ ഇൻകം മാത്രം എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാം. ദെൻ ഇതിൽ കോമൺ ആയിട്ട് കോൺട്രാക്റ്റ് ഒന്നും ഇതിന്റെ പ്രോഡക്റ്റിന്റെ ഡെവലപ്മെന്റും പ്രൊജക്ടിന്റെ ഡെവലപ്മെന്റ് പ്ലസ് ഞാൻ പറഞ്ഞ ജനുവരിയിൽ മുതൽ കിട്ടുന്ന റോയാലിറ്റിയിലേക്കുമായിട്ട് 20% അവർ മാറ്റി വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്ലോബൽ ഷെയർ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 40% സെയിം തന്നെയാണ്. 40% നമുക്ക് റെഫറൽ ഇൻകം കിട്ടുന്നു. പ്ലസ് ഇവിടെ 5 ലെവലിലേക്ക് 8% വെച്ച് പോകുന്ന 40% പകരം ഗ്ലോബൽ ഷെയർ കോൺട്രാക്ട് നിന്ന് 40% പോകുന്നത് ഗ്ലോബലി ആര് ഈ കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്താലും ആ ആക്റ്റീവായി നിൽക്കുന്ന ഓരോ ആളുകൾക്കും അതിന്റെ ഷെയർ കിട്ടും. അത് ആക്റ്റീവ് ആണെങ്കിലും കിട്ടും, നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിലും കിട്ടും. നമ്മൾ ആക്റ്റീവ് ആക്കിയ മൊമെന്റ് മുതൽ നമുക്ക് ഷെയർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത്. അവിടെ അൺലിമിറ്റഡ് ആണ്, അൺകണ്ടീഷണൽ ആണ്. നമ്മൾ ആക്റ്റീവ് ചെയ്ത സെക്കൻഡിന് ശേഷം ഗ്ലോബലി ആര് ഗ്ലോബൽ ഷെയറിന്റെ കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്താലും നമുക്ക് അവിടെ ഗ്ലോബൽ ഷെയർ കിട്ടും. അഗൈൻ റോയൽറ്റി പ്രൊഡക്റ്റ് ഫണ്ടിലേക്കും 20%. ഇങ്ങനെ 100% കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത പ്രോഗ്രാം. ഇനി കോയിൻ ഫോർജിന്റെ കോൺട്രാക്റ്റുകളുടെ വാല്യൂ എങ്ങനെയാണ്? 9 കോൺട്രാക്റ്റുകളാണ് ഞാൻ പറഞ്ഞു. അതിൽ 9 കോൺട്രാക്റ്റിൽ 5 ജനറേഷൻ കോൺട്രാക്റ്റുകളാണ് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ലെവൽ 1, ലെവൽ 2, ശേഷം ലെവൽ 3 5 ജനറേഷന്റെ ഭാഗമല്ല. ലെവൽ 4, ലെവൽ 5 ജനറേഷന്റെ ഭാഗമാണ്. ഈ കാണുന്ന സിൽവർ കളറിൽ അല്ലെങ്കിൽ ഗ്രേ കളറിൽ കാണുന്ന കോൺട്രാക്റ്റുകളെല്ലാം ഇപ്പൊ ലൈവ് ആണ്. 6 കോൺട്രാക്റ്റുകളുടെ ഭാഗമാണ് 5 ജനറേഷന്റെ. 7ാമത്തെയും 8ാമത്തെയും കോൺട്രാക്റ്റുകൾ നിങ്ങൾക്ക് ഒരു ലൈറ്റ് ഗോൾഡ് ഷെയ്ഡിലാണ് കാണുന്നത്. ആ 7ാമത്തെയും 8ാമത്തെയും 5 ജനറേഷൻ കോൺട്രാക്റ്റുകൾ ഭാവിയിൽ അതായത് Q3 2025 ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമയങ്ങളിലൊക്കെ ഓപ്പൺ ആകുമെന്നാണ് ഇപ്പോഴത്തെ റോഡ് മാപ്പ് പ്രകാരം പ്ലാനിലിരിക്കുന്നത്. ദെൻ ഗ്ലോബൽ ഷെയർ കോൺട്രാക്റ്റുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. 1ാമത്തെയും 2ാമത്തെയും കോൺട്രാക്ട് കഴിഞ്ഞാൽ താഴെ കാണുന്ന 3ാമത്തെ റൗണ്ടിൽ കാണുന്ന കോൺട്രാക്ട് ആണ് ഗ്ലോബൽ ഷെയർ. 4ഉം 5ഉം കഴിഞ്ഞാൽ 6ാമത്തെ കോൺട്രാക്ട് ആണ് ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത്.
7ഉം 8ഉം കഴിഞ്ഞാൽ 9ാമത്തെ കോൺട്രാക്ട് ആണ് ഗ്ലോബൽ ഷെയർ. ഇവിടെ ആ 7ഉം 8ഉം 9ഉം കോൺട്രാക്റ്റുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രീമിയം കോൺട്രാക്റ്റുകൾ. ഈ പ്രീമിയം കോൺട്രാക്റ്റുകളെല്ലാം Q3 ഓപ്പൺ ആവുന്നത്. അപ്പൊ നിലവിൽ നമുക്ക് ലെവൽ 1 ലെവൽ 2 ലെവൽ 1 ലെവൽ 2 ലെവൽ 3 ലെവൽ 4 ലെവൽ 5 ലെവൽ 6 4 5 ജനറേഷൻ കോൺട്രാക്റ്റുകളും 2 ഗ്ലോബൽ ഷെയർ കോൺട്രാക്റ്റുകളും നമുക്ക് ഓപ്പൺ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ലെവൽ 1 ആദ്യത്തെ കോൺട്രാക്ട് മാത്രം വേണമെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാം. നമുക്ക് ലെവൽ 1 ലെവൽ 2 50ഉം 100ഉം കൊടുത്ത് $150 കൊടുത്തിട്ട് ആ ഒരു 2 കോൺട്രാക്ട് മാത്രം ആക്ടിവേറ്റ് ചെയ്യാം. നമുക്ക് ഒരു ഗ്ലോബൽ ഷെയർ എങ്കിലും വേണമെങ്കിൽ ആദ്യത്തെ 50ഉം രണ്ടാമത്തെ 100ഉം മൂന്നാമത്തെ 150ഉം ചേർന്ന് ടോട്ടൽ $300 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ കോൺട്രാക്റ്റിൽ ഗ്ലോബൽ ഷെയർ അടക്കം കിട്ടുന്ന രീതിയിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പൊ നിലവിൽ നിൽക്കുന്ന 6 കോൺട്രാക്റ്റും ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 50 പ്ലസ് 100 പ്ലസ് 150 പ്ലസ് 200 പ്ലസ് 250 പ്ലസ് 300 എന്ന് പറഞ്ഞാൽ $1050. നിലവിൽ ഞാൻ പറഞ്ഞു ഇവിടെ കാണിക്കുന്ന ഇന്ത്യൻ മണി എന്ന് പറയുന്നത് ഒരു ആക്യുറസിക്ക് വേണ്ടിയിട്ട് പെർ ഡോളർ 90 രൂപ എന്നുള്ള രീതിയിലാണ് കാൽക്കുലേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ നിലവിലുള്ള എംപവർ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും പുറത്തൊക്കെ ആവറേജ് USDTന്റെ വില 90നും 92ന്റെയും ഇടയിൽ ആയതുകൊണ്ട് 91 രൂപ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രം. ഞാൻ ഇവിടെ ഇത് പ്രത്യേകം പറയാൻ കാരണം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന റേറ്റിന് നാളെ എംപവറിൽ നിന്ന് 90 രൂപക്ക് USDT വേണമെന്ന് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ വാങ്ങാനോ വിൽക്കാനോ ശ്രമിക്കാനുള്ള ക്ലാഷ് വരാതിരിക്കാനാണ് അതിന്റെ ഞാൻ ക്ലാരിറ്റി പറയുന്നത്. ഇവിടെ ആ നമ്പർ ആക്യുറസി ഒന്ന് പറഞ്ഞെന്ന് മാത്രം. സോ ലെവൽ 1 ലെവൽ 2 ലെവൽ 3 ലെവൽ 4 ലെവൽ 5 6 കോൺട്രാക്റ്റുകൾ ഇപ്പൊ ലൈവ് ആണ്. ഈ 6 കോൺട്രാക്റ്റുകൾ ലൈവ് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് $1050 ആണ്. അതാണ് അപ്രോക്സിമേറ്റ്ലി ഒരു 96,000 രൂപ എന്ന് പറയുന്നത്. 7ാമത്തെയും 8ാമത്തെയും 9ാമത്തെയും ഈ പറഞ്ഞ Q3 ഓപ്പൺ ആവാൻ പോകുന്നതാണ്. നിലവിൽ ആ പ്രീ ലോഞ്ച് പീരീഡിൽ മാക്സിമം അഗ്രസീവ് ആയിട്ട് ആക്ടിവേറ്റ് ആക്കുകയും മാക്സിമം ആളുകളിലേക്ക് ഇത് റെഫർ ചെയ്യുകയും മാക്സിമം 40% റെഫറൽ ഇൻകം എടുക്കുകയും മാക്സിമം നിങ്ങൾ ആ ട്രീ ബിൽഡ് ആകുന്നതിന്റെ ഭാഗമായിട്ട് 8% ലെവലിംഗ് എടുക്കുകയും നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തത് മുതൽ ഈ പറഞ്ഞ 3ാമത്തെയും 6ാമത്തെയും കോൺട്രാക്ട് ഒന്നും ഗ്ലോബൽ ഷെയർ എടുക്കുന്ന രീതിയാണ്. അഗൈൻ ഈ ട്രീ എങ്ങനെയാണ് ബിൽഡ് ആവുന്നത്? നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. കോൺഫോർജിന്റെ 5 ജനറേഷൻ ട്രീ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മാക്സിമം നമ്മുടെ ലെവൽ 1 ഞാൻ 5 ലെവലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ലെവൽ 1 നമുക്ക് മാക്സിമം 5 പേരാണ് നമുക്ക് ട്രീ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. 5 പേര് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് അതിന്റെ പ്ലേസ്മെന്റ് പോകും. അത് അതിന്റെ നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അതിന്റെ പ്ലേസ്മെന്റ് നടക്കുന്നത് എന്നുള്ളത്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് 5 മാട്രിക്സ് ആണ് ഈ 5 ജനറേഷൻ എന്ന് പറയുന്നത്. നമ്മളെ ലെവൽ 1 മാക്സിമം പ്ലേസ്മെന്റ് 5 പേരാണ്. ആ 5 പേരുടെ താഴത്തും ഇതേപോലെ ഡ്യൂപ്ലിക്കേഷൻ വരുന്ന സമയത്ത് 5 പേര് വെച്ചിട്ട് ഇതിന്റെ മാക്സിമം ബിൽഡ് ആവുകയുള്ളൂ. സോ നമുക്ക് ഒരാളെ റെഫർ ചെയ്താലും 2 ആളെ റെഫർ ചെയ്താലും 100 ആളെ റെഫർ ചെയ്താലും 40% റെഫറൽ ഇൻകം നമുക്ക് കിട്ടും. ഇവിടെ ലെവൽ ഇൻകത്തിന്റെ കാൽക്കുലേഷൻ ആണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന. ആ ലെവൽ 1 എന്നും ഓരോ ആളുകളെടുത്ത് നിന്നും നിങ്ങൾ മാക്സിമം ആ ലെവൽ 1 എന്നും 5 പേരേക്ക് വരെ നമുക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ $1050 കോൺട്രാക്ട് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ 50-100 നമുക്ക് 5 ജനറേഷൻ ഇൻകം കിട്ടുന്നതാണ്. ട്രീ ബിൽഡ് ആവുന്നതാണ്. 150 ഗ്ലോബൽ ഷെയർ ആണ്. അതവിടെ കണക്കൂട്ടേണ്ട ആവശ്യമില്ല. 200ഉം 250ഉം ലെവൽ ഇൻകം കിട്ടുന്നതാണ്. സോ ആ 50, 100, 200, 250 ഈ 4 കോൺട്രാക്റ്റുകൾ 5 ജനറേഷൻ കോൺട്രാക്റ്റുകളിൽ നിന്നും നമുക്ക് ലെവൽ ഇൻകം ആയിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് $48 ആണ്. $48 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 4500-4300 രൂപയോളം നമുക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് ലെവൽ ഇൻകം മാത്രം കിട്ടും. പ്ലസ് അവർ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ 40% റെഫറൽ ഇൻകം കിട്ടും. സോ ഫസ്റ്റ് അഗ്രസീവ് വാല്യൂ എന്ന് പറയുന്നത് 40% റെഫറൽ ഇൻകം എടുക്കുക എന്നുള്ളതാണ്. ദെൻ ടീം ബിൽഡ് ആകുന്നതിന്റെ ഭാഗമായിട്ട് 8% $48 വെച്ചിട്ട് ലെവൽ ഇൻകം എടുക്കുക എന്നുള്ളതാണ്. ആ ഒരു കോൺട്രാക്റ്റിൽ നിന്നും ഒരു ലെവലിൽ നിന്നും ഫസ്റ്റ് ലെവലിൽ നിന്നും 5 പേരിൽ നിന്നും മാത്രം നിങ്ങൾ 48x5 എന്ന് പറഞ്ഞാൽ $240 ആണ്. എന്ന് പറഞ്ഞാൽ 21,600 രൂപ വരെ നിങ്ങൾക്ക് ആ ഒരു 5 പേരിൽ നിന്ന് ലെവൽ ഇൻകം മാത്രം കിട്ടും. ഓരോ ആളുകളെടുത്തു നിന്നും $420 എന്ന് പറഞ്ഞാൽ 40,000 രൂപയോളം നിങ്ങൾക്ക് പെർ ഹെഡ് $1050 കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലെവൽ ഇൻകം റെഫറൽ ഇൻകം എന്ന് പറയുന്നത് അവർ ആക്ടിവേറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റുകളുടെ 40%ആണ്. $1050 40% എന്ന് പറഞ്ഞാൽ എത്രയായി? $420. ഇപ്പോഴത്തെ 6 കോൺട്രാക്ടിന്റെ കാൽക്കുലേഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 6 കോൺട്രാക്ട് നിന്ന് കിട്ടുന്നതിന്റെ കാൽക്കുലേഷൻ മാത്രമേ ഇവിടെ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. സോ 6 കോൺട്രാക്ട് ആണ് ലൈവ് ആയിരിക്കുന്നത്. ബാക്കി 3 പിന്നീടുള്ള കാര്യമാണ്. സോ ഈ 6 കോൺട്രാക്റ്റിൽ ആദ്യത്തെ ലെവലിൽ നിന്ന് നമുക്ക് $48 വെച്ചിട്ട് 5 പേരിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ തന്നെ $240 ആയി. $240 എന്ന് പറഞ്ഞാൽ 21,600 രൂപയാണ്. ദെൻ അത് പിന്നീട് 7ഉം 8ഉം 9ഉം കോൺട്രാക്റ്റുകളും കൂടി അത് ലൈവ് ആവുകയാണെങ്കിൽ അത് $168 5 പേരിൽ നിന്ന്. $168 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പേരിൽ നിന്ന് $840 ആയി. $840 എന്ന് പറഞ്ഞാൽ 75,600 രൂപയായി. ക്ലിയർ? സോ ലെവൽ 2ലേക്ക് അത് ഡ്യൂപ്ലിക്കേഷൻ നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ലെവൽ 1 നിന്ന് 5 പേരാണെങ്കിൽ ലെവൽ 2 നിന്നും 5 പേരുടെ ഓരോ ആളുകളെടുത്തും 5 പേര് വെച്ചിട്ട് 25 പേരെടുത്ത് നമുക്ക് ലെവലിംഗ് കിട്ടും. ആ 25 പേരെടുത്ത് ലെവലിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരാളെടുത്തുനിന്ന് $48 കിട്ടും. ഒരാളെടുത്ത് $48 എന്ന് പറഞ്ഞാൽ 25 ആളെടുത്ത് കിട്ടുമ്പോൾ അത് $1,200 ആയി. $1,200 എന്ന് പറഞ്ഞാൽ 1,08,000 രൂപ നിങ്ങളെ ലെവൽ 2 മാത്രമുള്ള ലെവലിംഗം ആയി. അത് ലെവൽ 3ലേക്ക് പോകുന്ന സമയത്ത് ഓരോ 25ന് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ആളുകൾ ജസ്റ്റ് ഒരു 5 പേരിലേക്ക് മാത്രം നമ്മുടെ ലൈഫ് ടൈം കോൺടാക്റ്റ് ഒന്നും ഇത് കയറി വരുന്ന ഒരാൾ 5 പേരിലേക്ക് മാത്രം ഇത് റെഫർ ചെയ്താൽ മാത്രം സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നമുക്ക് 5 ലെവൽ വരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ ട്രീ ആകുമ്പോഴേക്ക് തന്നെ, അതായത് ഈ ഒരു 5 മാട്രിക്സ് 5 ലെവലിലേക്ക് കയറുമ്പോൾ തന്നെ 3905 ആളുകളിൽ നിന്ന് വരെ, ഒരാൾ മുതൽ 3905 ആളുകളിൽ നിന്ന് വരെ ലെവൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് 6 കോൺട്രാക്ട് എന്നുള്ള 4 കോൺട്രാക്ടിന്റെ ജനറേഷൻ വാല്യൂ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലെവൽ ഇൻകം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 1.68 ക്രോഡ്സ് ഈ ഒരു ലെവൽ ഇൻകം മാത്രം കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള പ്രോഗ്രാമായിട്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. ഇനി 7ാമത്തെയും 8ാമത്തെയും കോൺട്രാക്റ്റുകൾ ലെവൽ ഇൻകത്തിന്റെ ഭാഗമാണ്, ജനറേഷന്റെ ഭാഗമാണ്. അത് ഭാവിയിൽ വരുമ്പോഴുള്ള കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ 3905 ഏതാണ്ട് 5.9 കോടി വരെ നമുക്ക് ലെവൽ ഇൻകം എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാം. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു ട്രീ എങ്ങനെയാണ് ബിൽഡ് ആവുന്നത്? ഇതിലൊരു പ്രയോറിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റുന്നുണ്ടാവും ഒരു എക്സ് എന്ന് പറഞ്ഞിട്ട്, അതിന്റെ താഴത്ത് ഞാൻ നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു ABCDE കാണുന്നുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനാണ് എക്സ് എന്ന് വിചാരിക്കാം. ഞാനാണ് എക്സ് എങ്കിൽ ഞാൻ 5 പേരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 5 പേരുടെ പ്ലേസ്മെന്റ് ഫുൾ ആണ്. ഇനിയും എനിക്ക് റെഫർ ചെയ്യാൻ പറ്റും, അതിനൊരു ലിമിറ്റും ഇല്ല. ഈ പറഞ്ഞ 5 ലെവൽ എന്നല്ല, എന്റെ 100ാമത്തെ ലെവലിൽ പോയിട്ട് ഒരാൾ പ്ലേസ്മെന്റ് ആയി പോയാൽ പോലും, എന്റെ ട്രീ ഫുള്ള് ഫില്ല് ആയാൽ പോലും, എന്റെ 10 ലെവൽ വരെ ഫുൾ ആയാൽ പോലും എനിക്ക് ലെവൽ റെഫറൽ ഇൻകം കിട്ടാൻ വേണ്ടി എത്ര പേരിലേക്ക് വേണമെങ്കിലും കൊടുത്തോണ്ടേയിരിക്കാം. അവരെ ആക്ടിവിറ്റി ചെയ്യുന്നതിന്റെ ഒക്കെ 40% എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രയോറിറ്റി പൊസിഷനിങ് എങ്ങനെയാണ് നടക്കുന്നത്. ഞാനാണ് എക്സ് എങ്കിൽ എന്റെ 5 പേരുടെ പൊസിഷൻ ഫില്ലാണ്. ഈ ഒരു സിറ്റുവേഷനിൽ എന്റെ എ എന്ന് പറഞ്ഞ വ്യക്തി ഓൾറെഡി 2 പേരോടെ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ബി 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്, സി 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്, ഡി ആകെ ഒരാളെ കൊണ്ടുവന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരാളെ ആൾക്ക് ട്രീ ബിൽഡ് ആയിട്ട് കിടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ വരുമ്പോൾ എന്റെ 5ാമത്തെ വ്യക്തി 3 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരാളെ കൊണ്ടുവരുന്നെങ്കിൽ സിസ്റ്റം ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ലെവൽ 1ൽ 5 പൊസിഷൻ ഫില്ലാണോ. എന്റെ ലെവൽ 1 5 പേരും ഓൾറെഡി ഫില്ലാണെങ്കിൽ പിന്നെ സിസ്റ്റം നോക്കുന്നത് 2ാമത്തെ ലെവലിൽ എ ആണ് എന്റെ ആദ്യത്തെ വ്യക്തി, എക്ക് ഒരാളുണ്ടോ? എക്ക് ഒരാളുണ്ട്, ബിക്ക് ഒരാളുണ്ടോ? ഉണ്ട്. സിക്ക് ഒരാളുണ്ട്, ഡിക്കും ഓൾറെഡി ഒരാളുണ്ട്, ഇക്കും ഒരാളുണ്ട്. അപ്പൊ സിസ്റ്റത്തിന്റെ 2ാമത്തെ ചെക്കിംഗ് റൗണ്ട് ചെക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ റെഫർ ചെയ്തിരിക്കുന്ന എന്റെ ട്രീയിൽ നിൽക്കുന്ന ആദ്യത്തെ 5 പേർക്കും എല്ലാവർക്കും ഒരാളുണ്ടോ എന്ന് നോക്കുന്ന സിസ്റ്റം കംപ്ലീറ്റ് ആക്കി. എല്ലാവർക്കും ഒരാളുണ്ട്. ഇവിടെ നിലവിൽ 2ാമത്തെ വ്യക്തി നോക്കുമ്പോൾ എക്ക് 2ാമത്തെ വ്യക്തി ഉണ്ട്, ബിക്ക് 2ാമത്തെ വ്യക്തി ഉണ്ട്, സിക്ക് 2ാമത്തെ വ്യക്തി ഉണ്ട്, ഡിക്ക് ഒരാളുള്ളൂ. അപ്പൊ സിസ്റ്റം പ്രിയോറിറ്റി ചെയ്യുന്നത് ആർക്കാണ്? ഡിക്ക് ഒരാളെ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ പ്രിയോറിറ്റി ആയിട്ട് അത് ഫില്ലായി പോകണം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു പ്ലേസ്മെന്റ് ആർക്ക് പോയി? പ്ലേസ്മെന്റ് ഡിക്ക് പോയി. ഞാൻ കൊടുത്ത ഒരു പ്ലേസ്മെന്റ് ഡിക്ക് പോയി. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഫർ ചെയ്ത് എനിക്ക് 40% കൺഫേം ആയിട്ട് കിട്ടും. അത് എവിടെ പോയിട്ടോ പ്ലേസ് ആയിക്കോട്ടെ, അതൊരു വിഷയമല്ല. 40% എനിക്ക് റെഫർ ഇൻകം കിട്ടും. പക്ഷെ ലെവൽ ഇൻകം പോയിട്ട് പ്ലേസ് ആയിരിക്കുന്നത് എവിടെയാണ്? ട്രീയിൽ ബിൽഡ് ആയിരിക്കുന്നത് ഡിന്റെ താഴത്താണ്. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡി ഇതിൽ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്താ സംഭവിച്ചിരിക്കുന്നുള്ളത്. പക്ഷെ ഡിക്ക് 8% ലെവൽ ഇൻകം കിട്ടി. എന്തുകൊണ്ടാണ് ഡിന്റെ താഴത്ത് പ്ലേസ്മെന്റ് അറിഞ്ഞിരിക്കുന്നത്? ഡിക്ക് 8% കിട്ടി, അതിന്റെ മേലെ നിൽക്കുന്ന എനിക്ക് 8% കിട്ടി, അതിന്റെ മേളിൽ നിൽക്കുന്ന എന്റെ 3 അപ്ലയൻസിന് 8% കിട്ടി. ഇങ്ങനെ 40% കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുകയാണ്. ഇനി സിസ്റ്റത്തിലേക്ക് ഈ സിറ്റുവേഷനിൽ ഞാൻ ഒരാളും കൂടി പ്ലേസ് ചെയ്യാണ്. ഈ എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരാളും കൂടി പ്ലേസ് ചെയ്യാണ്. അപ്പൊ സിസ്റ്റം നോക്കുന്നത് നേരത്തെ പോലെ തന്നെ. മനസ്സിലാക്കേണ്ടത് ഈ സിസ്റ്റം ചെക്ക് ചെയ്യലും സിസ്റ്റം പ്രയോറിറ്റി പൊസിഷൻ കംപ്ലീറ്റ് ആക്കുന്നതും പ്ലേസ്മെന്റും ഡിസ്ട്രിബ്യൂഷനും നടക്കുന്നത് ഒരു 10 സെക്കൻഡിനകത്താണ്. മൊത്തം നടക്കുന്നത് 10 സെക്കൻഡ് അകത്താണ്. ഈ സിസ്റ്റം ആ രീതിയിൽ തന്നെ കോഡിംഗ് ഡിസൈൻ ചെയ്ത് വെച്ചൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിയും, ചിലപ്പോൾ ഒരു ദിവസം കഴിയും. അവിടെ നിൽക്കുന്ന അഡ്മിൻ അവിടെ അവൈലബിൾ അല്ല, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടന്റ് പുറത്തു പോയിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നോക്കണം. ഇങ്ങനെ ഒന്നും പറയാനില്ല. കാരണം ഇത് കോഡിംഗിൽ ഡിസൈൻ ചെയ്ത പ്രോഗ്രാമാണ്, ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് വിത്തിൻ ദ സെക്കൻഡ്സിലാണ്. ഒരു 10-20 സെക്കൻഡ് അകത്ത് കംപ്ലീഷൻ ആവും. ഈ 20 സെക്കൻഡ് അകത്ത് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആവും. അവരവരുടെ കൊടുക്കേണ്ട അവരവർക്ക് കൊടുത്തിട്ട് ആ ചാപ്റ്റർ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. അവരവർക്ക് കിട്ടേണ്ട ഇൻകം ആ സമയത്ത് തന്നെ കിട്ടാണ്. ഇവിടെ ഡി ആണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആ ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രീ കാലിയാക്കി വെക്കുന്നത് ഒരു മണ്ടത്രാണ്. കാരണം നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമുക്കൊരു പ്ലേസ്മെന്റ് നടക്കട്ടെ, നമുക്കൊരു 8% ആരുടെങ്കിലും ഫ്രീ കിട്ടണ്ട, എന്റെ അപ്ലൈൻ കാരണം എനിക്ക് ഓവർഫ്ലോ ആയിട്ട് കിട്ടട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത്. ഓവർഫ്ലോ കിട്ടിക്കൊണ്ടിരിക്കും. അവിടെ നഷ്ടപ്പെടുത്തുന്ന 40% ലെവൽ ഇൻകം ആണ്, റെഫർ ഇൻകം ആണ്. റെഫർ ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ആ പേഴ്സൺ മുതൽ അങ്ങോട്ടേക്ക് ആ 40% കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. 40% കിട്ടുമായിരുന്നു. അയാളുടെ ബിൽഡപ്പ് കാരണം 8% കിട്ടും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എന്റെ ഓവർഫ്ലോ കാരണം എന്റെ ലെവൽ 2 എന്റെ ഡിയിൽ നിൽക്കുന്ന 4ാമത്തെ പൊസിഷനിൽ ഒരാൾക്ക് 2ാമത്തെ വ്യക്തിയായിട്ട് ഞാൻ കൊടുത്ത ഒരാൾ വന്ന് പ്ലേസ് ആയപ്പോൾ ഡിക്ക് 8% കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു 8% മാത്രമല്ല ഡിക്ക് കിട്ടുന്നത്. അതിന്റെ താഴേക്ക് അയാളുടെ ട്രീ ബിൽഡ് ആകുമ്പോഴൊക്കെ 5 ലെവൽ വരെയുള്ള ഇൻകം ഡിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് എനിക്ക് തടയാൻ പറ്റില്ല, കമ്പനി ഇത് ചെയ്ത ഡെവലപ്പർക്ക് തടയാൻ പറ്റില്ല. കാരണം ഇത് ഡിസൈൻ ചെയ്തതിന്റെ ഡിസൈൻ അങ്ങനെയാണ്. ഇനി ഞാൻ ഒരാളെയും കൂടി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം കൊടുക്കുന്നത് എക്കാണ്. കാരണം എക്ക് 3 പേരില്ല, 3 പേരാക്കേണ്ടത് എക്കാണ്. പിന്നെ സിസ്റ്റം കൊടുക്കുന്നത് ബിക്കാണ്.
കാരണം അവിടെ പ്രിയോറിറ്റി ആദ്യം എനെ ചെക്ക് ചെയ്യുന്നു, പിന്നെ ബിനെ ചെക്ക് ചെയ്യുന്നു, പിന്നെ സിനെ ചെക്ക് ചെയ്യുന്നു, പിന്നെ മൂന്നാമത്തെ ആള് വരുന്നത് സിക്കാണ്, പിന്നെ മൂന്നാമത്തെ ആള് വരുന്നത് ഡിക്കാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഡി ഓൾറെഡി 3 വരെ പ്ലേസ്മെന്റ് ആക്കി വെച്ചതുകൊണ്ട് ഈ പറഞ്ഞ അഡീഷണൽ കിട്ടേണ്ട ഓവർഫ്ലോ ഒന്നും ഡി കിട്ടിയില്ല. ഡി ഇതൊന്നും കാത്തിക്കില്ല. ഡി ട്രീ ബിൽഡ് ചെയ്തിട്ട് ഓൾറെഡി 3 വരെ ആക്കി വെച്ചിരിക്കുന്നുണ്ട്. അയാൾ ഓൾറെഡി ലെവലിംഗോ റെഫറലിംഗോ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആ ടീമിൽ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ഓവർഫ്ലോ കിട്ടേണ്ട പ്രോസസ്സ് പ്രകാരം എക്ക് കിട്ടി, ആദ്യം ഡിക്ക് ഒരെണ്ണം കിട്ടി, ഒരാൾ മാത്രം ഉള്ളതുകൊണ്ട്, പിന്നെ എക്കും കിട്ടി മൂന്നാമത്തെ ആളെ, ബിക്കും കിട്ടി മൂന്നാമത്തെ ആളെ, സിക്ക് കിട്ടി മൂന്നാമത്തെ ആളെ, ഡിക്കും കിട്ടി മൂന്നാമത്തെ ആളെ, ഡിക്ക് ഇക്ക് ഇപ്പോഴും കിട്ടിയില്ല. ഇനിയും അടുത്ത 4ാമത്തെ ആള് കൊണ്ടുവരുന്ന സമയത്ത് പാവമാണ് ഡിക്ക് ഇപ്പോഴും നേരത്തെ 3 ആള് മാത്രമേ ഉള്ളൂ, ഒരാളെ കൊടുത്തേക്ക് നല്ല സിസ്റ്റം നോക്കുന്നത്. അപ്പോഴും സിസ്റ്റം നോക്കുന്നത് എക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം ഞാൻ കൊണ്ടുവന്ന ആദ്യത്തെ വ്യക്തിക്കാണ് ഫസ്റ്റ് സിസ്റ്റം കൊടുക്കുന്നത്. 4ാമത്തെ വ്യക്തിയെ എ കൊടുത്തു, അതിന്റെ അടുത്ത വ്യക്തിയെ 4ാമത്തെ ആൾക്ക് ബിക്ക് കൊടുത്തു, പിന്നെ 4ാമത്തെ വ്യക്തി സിക്ക് കൊടുത്തു, പിന്നെ ഡിക്ക് കൊടുത്തു, പിന്നെയാണ് ഇക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാല് ഈ ഒരു നിർഭാഗ്യവാൻ എന്നല്ല, ഈ ഓൾറെഡി അഗ്രസീവായിട്ട് പോയതാണ്, ഈ ഒരു ഫ്രീക്ക് വേണ്ടി കാത്തുന്നില്ല എന്ന് മാത്രം. പക്ഷെ ഇങ്ങനെയും പ്ലേസ്മെന്റ് നടക്കും. ഇതാണ് പ്രയോറിറ്റി പൊസിഷനിങ് എന്ന് പറയുന്നത്. ഈ ഒരു ആനിമേഷനിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ആളെ കൊണ്ടുവന്നാലും ഇൻ ബിറ്റ്വീനിൽ ഈ വന്ന എയും ബിയും സിയും ഒക്കെ പ്ലേസ്മെന്റ് നടക്കുകയാണെങ്കിലൊക്കെ ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എവിടെയാണ് ഷോർട്ടേജ് ഉള്ളത് അവിടെ പോയി പ്ലേസ്മെന്റ് ആവും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനെന്ന് പറഞ്ഞ വ്യക്തി, എന്റെ താഴെയുള്ള 5 പേര്, അതിന്റെ താഴത്തുള്ള 25 പേര്, ഈ ഞാൻ കൊണ്ടുവന്നാലും ഈ 5 പേരിൽ ഒരാൾ കൊണ്ടുവന്നാലും ഈ താഴെ 25 പേരിൽ ഒരാൾ കൊണ്ടുവന്നാലും പിന്നെ ഇനി പ്ലേസ്മെന്റ് പൊസിഷൻ ആകെ ഉള്ളത് എന്റെ 4ാമത്തെ ലെവലിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ 31 പേര്, ഞാൻ അടങ്ങുന്ന 31 പേര് അടുത്തൊരാളെ കൊണ്ടുവന്നാലും പ്ലേസ്മെന്റ് അവിടെ 4ാമത്തേലേ ഉള്ളൂ. കാരണം അവിടെയൊക്കെ ഫില്ലിംഗ് നടന്നു കഴിഞ്ഞു. അവിടെയൊക്കെ ആ പൊസിഷൻ മുന്നോട്ട് പോകുമ്പോൾ 8% കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരാണോ റെഫർ ചെയ്തിരിക്കുന്നത്, ആരാണോ യഥാർത്ഥ സ്പോൺസർ, ആ സ്പോൺസർ ആണ് അതിന്റെ ഫസ്റ്റ് ആയിട്ട് ആ ഒരു എന്താ പറയുക ടേസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ റിയൽ ഇൻകം എൻജോയ് ചെയ്ത ഒരാൾ, അയാളാണ് 40% കളക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ അത് അൺകണ്ടീഷണൽ ആണ്. അങ്ങനെയാണ് 40% ഇൻകം എടുക്കുന്ന ഫസ്റ്റ് പ്രോസസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പറയുന്നത്. മറ്റേത് ഓവർഫ്ലോ കാരണം പ്ലേസ്മെന്റ് പോയിക്കൊണ്ടേയിരിക്കും. അതിന്റെ അർത്ഥം നമുക്കൊരു 5 പേരെ മാത്രമല്ല കൊണ്ടുവരാൻ പറ്റുക, നമുക്ക് എത്ര പേരെ വേണമെങ്കിലും കൊണ്ടുവരാം. ഇങ്ങനെ പ്ലേസ്മെന്റ് ആകുന്നു മാത്രം. എവിടെയാണോ പ്ലേസ്മെന്റ് ആകുന്നത് ആ പ്ലേസ്മെന്റ് താഴത്തേക്ക്, എവിടെയാണോ പ്ലേസ്മെന്റ് ആയ ആ കിട്ടിയ ആൾ മുതൽ അങ്ങോട്ടേക്ക് അവർക്ക് ആ ലെവൽ ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. ക്ലിയർ? ഇനി ഇതിന്റെ ഒരു ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകളിൽ ഗ്ലോബൽ ഷെയറിന്റെ പ്രോസസ് എങ്ങനെ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. ഗ്ലോബൽ ഷെയർ എങ്ങനെ ഫംഗ്ഷൻ ആവുന്നതാണ് പറയുന്നത്. ആദ്യം നമ്മൾ ലെവൽ 1 ആക്ടിവേറ്റ് ചെയ്യുന്നു, $50 കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്യുന്നു, ആക്ടിവേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആകുന്നു. അത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ അടുത്തൊരു $100 കൊടുത്തിട്ട് 2ാമത്തെ ലെവൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2ാമത്തെ ലെവൽ ആക്ടിവേഷൻ കഴിയുന്നു, അതും കംപ്ലീറ്റ് ആക്കുന്നു. അതിനുശേഷം മാത്രമേ ഉള്ള അയാൾക്ക് 3ാമത്തത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോബൽ ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് 1ഉം 2ഉം ആക്ടിവേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, 3ാമത്തത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പരിപാടി നടക്കില്ല. 1ഉം 2ഉം കഴിഞ്ഞ ശേഷം 3ാമത്തത് എത്താൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു മിനിമൽ ആയിട്ടുള്ള 3ാമത്തെ കോൺട്രാക്ട് എങ്കിലും നമുക്ക് ഗ്ലോബൽ ഷെയർ കിട്ടണമെങ്കിൽ ആദ്യം 50ഉം പിന്നെ 100ഉം പിന്നെ 150ഉം ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്താണ് ആ 3ാമത്തെ കോൺട്രാക്ടിന്റെ ഗ്ലോബൽ ഷെയർ ഇൻകം കിട്ടുന്നത്. സോ അവിടെ 3ാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴേക്കും ഒരാൾക്ക് ചെലവാകുന്നത് 27,300 രൂപയാണ് ഇന്നത്തെ 91 രൂപയുടെ റേറ്റ് അനുസരിച്ചിട്ട്. കാരണം 50 + 100 + 150 എന്ന് പറഞ്ഞാൽ $300 ആണ്. $300 91 രൂപ എന്ന് പറഞ്ഞാൽ 27,300 രൂപയാണ്. 27,300 രൂപ കൊടുത്തിട്ട് അയാൾ ഈ 3 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ഒരു കാര്യം, ഈ വ്യക്തി ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഇത് ഞാനാണെന്ന് വിചാരിക്കാം, വീണ്ടും ഞാൻ എന്നെ തന്നെ എക്സാമ്പിൾ ചെയ്യാം. ഞാനാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ആദ്യത്തെ ആക്ടിവേറ്റ് ചെയ്തു, 2ാമത്തത് ആക്ടിവേറ്റ് ചെയ്തു, 3ാമത്തെ ഗ്ലോബൽ ഷെയർ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിന്റെ ആ തൊട്ട് സെക്കൻഡ് മുതൽ ഈ കാണുന്ന ഈ 3ാമത്തെ കോൺട്രാക്ട് ഗ്ലോബലി ഈ പ്രോജക്റ്റിൽ ആക്ടിവേറ്റ് ചെയ്ത ആളുകളുടെ ഒരു കൂട്ടമുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. 3ാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കാണ് ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ കോൺട്രാക്ടിന്റെ 40%, ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന കോൺട്രാക്ടിന്റെ 40% എന്ന് പറയുന്നത് $60 ആണ്. ഈ $60 പോകുന്നത് ആർക്കാണ്? ഈ പറഞ്ഞ ഗ്ലോബലി ഈ പ്രോജക്റ്റുകളിൽ, ഈ പ്രോജക്റ്റിൽ 3ാമത്തെ കോൺട്രാക്ട് ഗ്ലോബലി ആരൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ, അത് എംപവറിന്റെ ആളാവട്ടെ, എംപവറിന്റെ പുറത്തുള്ള കമ്മ്യൂണിറ്റി ആവട്ടെ, ഗ്ലോബലി മറ്റുള്ള രാജ്യത്ത് ആരെങ്കിലും ചെയ്യുന്നവരാവട്ടെ, നമ്മളായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു ടീം ആവട്ടെ, നമ്മളായിട്ട് കണക്ട് ചെയ്യാത്തൊരു കമ്മ്യൂണിറ്റി ആവട്ടെ, ഏതോ ആവട്ടെ, ഈ പ്രോജക്റ്റിൽ ഭാഗമായി നിൽക്കുന്ന 3ാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് മൊത്തം ഈക്വലി ഡിവൈഡ് ചെയ്ത് പോകും ആ $60. ആളുകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഓരോ ദിവസവും കമ്മ്യൂണിറ്റി ബിൽഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, മെറ്റാഫോഴ്സിനെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ചെയ്യാണ്. ഒരു 100-ൽ നിന്നും 200-ലും 300-ലേക്കും പോയിട്ടുണ്ടെങ്കിൽ 2 കൊല്ലം കൊണ്ട് ആ ഒരു പ്രോജക്റ്റ് എത്തിയിരിക്കുന്നത് 25 ലക്ഷം ആളുകളിലേക്കാണ്. ആ 25 ലക്ഷം ആളുകളിലേക്ക് വരുന്ന സമയത്ത് ഡെയിലി 1000-ഉം 1500-ഉം 2000-ഉം 3000 ആളുകളിലേക്കും മാസം 60,000 ആളുകളിലേക്ക് വരെ എത്തി നിൽക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം എത്ര നടക്കുന്നത്? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. 2000-ൽ കൂടുതൽ ആളുകളൊക്കെ ഡെയിലി ട്രാൻസാക്ഷൻ നടക്കും. ഇതിന്റെ ഒക്കെ ഒരു ഷെയർ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന $60 ആ ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആ സെക്കൻഡിന് ശേഷം, ഡിസ്ട്രിബ്യൂഷൻ നടന്ന സെക്കൻഡിന് ശേഷം
ഞാനും എന്താണ് ആ കോൺട്രാക്ടിന്റെ ഭാഗമാണ്. എൻ്റെ ഒരു മൂവ്മെന്റ് കൂടി അതിലേക്ക് വന്നു. ഞാൻ ആ കോൺട്രാക്ടിന്റെ ഭാഗമായി, ആ ഗ്രൂപ്പിന്റെ ഭാഗമായി. മൂന്നാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്ത ആ സെക്കൻഡിൽ എന്റെ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ ശേഷം ഞാൻ ആ ഗ്രൂപ്പിന്റെ ഭാഗമായി. ഞാൻ ആ ഗ്രൂപ്പിന്റെ ഭാഗമായ മൊമെന്റ് മുതൽ അതിനുശേഷം ഗ്ലോബലി ഇത് ആരൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നോ അവിടെ നിന്നൊക്കെ എനിക്ക് ഇതിന്റെ ഒരു ഷെയർ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് ആക്ടിവേറ്റ് ചെയ്ത ഓരോ ആളുകളും അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ എപ്പം വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി നാലാമത്തെ കോൺട്രാക്ട് ഇതേപോലെ ആക്ടിവേറ്റ് ചെയ്യുന്നു, ആക്ടിവേഷൻ കഴിയുന്നു. അഞ്ചാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു. അഞ്ചും ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ആറാമത്തെ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലാക്കേണ്ടത്, ആറാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നതും അതിന്റെ 40% $120 ഈ പറഞ്ഞ ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നു. അതിനുശേഷം ഞാനും അവിടെ വരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആറാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് മൂന്നാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്ത ആളും ഉണ്ടാവും, ആറാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്ത ആളും ഉണ്ടാവും. മൂന്നാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് മാത്രം ചെയ്ത് നിൽക്കുന്ന ആൾ ആ മൂന്നാമത്തിൽ മാത്രം ഉണ്ടാവും. അപ്പൊ മൂന്നാമത്തെ ഗ്രൂപ്പ് സെപ്പറേറ്റ് ആണ്. 6 വരെ ചെയ്ത 6ന്റെ ഗ്രൂപ്പ് സെപ്പറേറ്റ് ആണ്. ഭാവിയിൽ 9ന്റെ ഗ്രൂപ്പും സെപ്പറേറ്റ് ആണ്. അപ്പൊ ഭാവിയിൽ $1500 ആണ് 9ാമത്തെ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഈ $1500 9ാമത്തെ കോൺട്രാക്ട് ഒന്നും $600 ആണ് ഇതിന്റെ ഷെയർ ആണ് നമുക്ക് കിട്ടുക 9ാമത്തെ കോൺട്രാക്ട് ഭാവിയിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കും ആ ഗ്രൂപ്പിന്റെ ഭാഗമാവാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആയത് മുതൽ ആ സെക്കൻഡ് മുതൽ നമ്മൾ ആ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ദെൻ നേരത്തെ പറഞ്ഞ റോയൽറ്റി എന്ന് പറയുന്നത് മന്ത്ലി പേ ഔട്ട് സിസ്റ്റം ആണ്. അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയ ഞാൻ അടുത്ത പേജിൽ പറയാം. ഇതിന്റെ ഇടയിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ സമയത്ത്, ഓരോ കോൺട്രാക്റ്റും ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോൺട്രാക്ട് $50 ആണെങ്കിൽ $50 50 എനർജി ടോക്കൺ നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ പിന്നെ 50 ശേഷം 100 ചെയ്യുന്ന സമയത്ത് 100ഉം കൂടി എനിക്ക് എന്റെ എനർജി ടോക്കണിലേക്ക് ആഡ് ആവും. അങ്ങനെ എനിക്ക് 50 + 100 + 150 + ഇപ്പം നിൽക്കുന്ന 6 കോൺട്രാക്റ്റുകളിനായിട്ട് മിനിമം ഏറ്റവും മാക്സിമം 1050 എനർജി ടോക്കൺ വരെ എനിക്ക് ഇപ്പൊ കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അത് കൂടാതെ എന്റെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾക്കും എനിക്ക് കിട്ടിയ പോലെ കിട്ടും. ശരിയല്ലേ? അവർക്കും കിട്ടും. അവർക്ക് കിട്ടുന്ന സമയത്ത് അവർക്ക് കിട്ടിയെന്നല്ല എടുത്തു തരുന്നത്, എന്റെയിലേക്ക് വീണ്ടും അവർക്ക് എത്രയാണോ കിട്ടുന്നത് അതിന്റെ 25% എന്റെയിലേക്ക് വീണ്ടും ആഡ് ആവും. എന്ന് പറഞ്ഞാൽ എനിക്കൊരു 1050 മാത്രമല്ല, ഞാൻ കാരണം ഈ കമ്മ്യൂണിറ്റിന്റെ ഭാഗമായി, ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി കോൺഫോജിന്റെ ഫസ്റ്റ് പ്രോഗ്രാമായ ഫോജ് റേസിന്റെ കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്ത സമയത്ത് അവർ ആക്ടിവേറ്റ് ചെയ്ത വാല്യൂന് അവർക്ക് കിട്ടുന്ന സമയത്ത് എനിക്കൊരു 25% എന്റെയിലേക്ക് ഇടും. അങ്ങനെ എനിക്ക് അക്യുമുലേറ്റ് ചെയ്ത് മാക്സിമം എനർജി ടോക്കൺ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇതിന്റെ ഈ ബൈ പ്രോഡക്റ്റ് എനർജി ടോക്കൺ കളക്ട് ചെയ്യാന്ന് പറയുന്നത്. ഈ എനർജി ടോക്കന് നമുക്ക് ഭാവിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രോജക്റ്റിന്റെ ക്രിപ്റ്റോ വരുന്ന സമയത്ത് ആ ക്രിപ്റ്റോന്നും എയർ ഡ്രോപ്പ് ആയിട്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് എനർജി ടോക്കൺ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, അത് 1000 ആവട്ടെ, വെറും 50 ആവട്ടെ, 5000 ആവട്ടെ, 10000 ആവട്ടെ, എത്ര ആയാലും അതിന് ഈക്വൽ ആയിട്ട് അത്രയും ഫ്രീ അവരുടെ കോയിൻ നമുക്ക് കിട്ടും. ആ കോയിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ $100 ലിസ്റ്റ് ചെയ്യാൻ ഓൾറെഡി നിലവിൽ പ്ലാൻ ഉണ്ട്. സെൻട്രലൈസ്ഡ് ആയിട്ടും ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. സോ 2 രീതിയിൽ ബൈ പ്രോഡക്റ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ ഈക്വൽ ആയിട്ടും നമ്മളെ റെഫർ ലിങ്ക് ഉപയോഗിച്ച് ആര് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അതുപോലെ കിട്ടും. റോയാലിറ്റി എങ്ങനെയാണ് ഫംഗ്ഷൻ ആവുന്നത്? ഞാൻ പറഞ്ഞു ഓൾറെഡി 6 കോൺട്രാക്ട് ആണ് ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്നത്. ഭാവിയിൽ 3 കോൺട്രാക്റ്റും കൂടി ലൈവ് ആവും. അങ്ങനെ 9 കോൺട്രാക്ട് ലൈവായി കഴിഞ്ഞാൽ നമ്മൾ 9 കോൺട്രാക്ട് ആക്ടിവേറ്റ് ആക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് ബേസ് എലിജിബിലിറ്റി ആയി റോയാലിറ്റിയിൽ, അതിന് ജെനസിസ് എന്ന് പറയും. അതിനുശേഷം ഈ റോയാലിറ്റിയുടെ ഇൻകം കിട്ടണമെങ്കിൽ അതിന്റെ R1 ഏരിയ പൈനീറിലേക്ക് കയറണം. പൈനീറിലേക്ക് കയറണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര പേരിലേക്ക് വേണമെങ്കിലും നമുക്ക് റെഫർ ചെയ്യാം. ആ റെഫർ ചെയ്യുന്ന ആളുകളിൽ നിന്നും ഒരു 5 പേരെങ്കിലും 9 കോൺട്രാക്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ റോയാലിറ്റിയുടെ ടോട്ടൽ വാല്യൂന്റെ 20% ഒരു ഷെയർ പൈനീറിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അത് വീതിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് ഈ ടോട്ടൽ റോയാലിറ്റി ഫണ്ടെങ്കിൽ അതിൽ 20 രൂപ എടുത്തിട്ട് ഈ പൈനീർ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ അവിടെ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 9 കോൺട്രാക്ട് ആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ റെഫർ ചെയ്ത് വന്ന് ആളുകളിൽ നിന്നും ഒരു 5 പേരെങ്കിലും, നമുക്ക് എത്ര പേരെങ്കിലും റെഫർ ചെയ്യാം, പക്ഷെ ഒരു 5 പേരെങ്കിലും അവർ 9 കോൺട്രാക്ട് ആക്റ്റീവ് ആവുന്നതോട് കൂടി നമ്മൾ പൈനീർ പൊസിഷനിലെത്തി നമുക്ക് 20% ഒരു ഷെയർ കിട്ടും. ഇനി അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ R2 ആണ്. അത് വിഷണറി ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ 5 പേരെ 9 കോൺട്രാക്ട് ആക്ടിവേറ്റ് ആക്കിയ ആളുകളെ പൈനീർ പൊസിഷനിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മൾ വിഷണറി ആയി. എന്ന് പറഞ്ഞാൽ അവർക്ക് പൈനീർ കിട്ടുമ്പോൾ നമ്മൾ വിഷണറി ആയി. നമുക്ക് 30% ഒരു ഷെയർ കിട്ടും. പിന്നെ ഇതിന്റെ ലാസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 50% ഒരു ഷെയർ കിട്ടുന്നത് ട്രയൽ ബ്ലേസർ ഏറ്റവും ലാസ്റ്റ് പൊസിഷൻ ആണ്, R3 എന്ന് പറയുന്നത്. ഈ ട്രയൽ ബ്ലേസർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ 5 പേരെ വിഷണറി ആക്കിയാൽ മതി. നമ്മൾ 5 പേരെ പൈനീർ ആക്കിയപ്പോൾ നമ്മൾ വിഷണറി ആയി. ആ 5 പേരെ വിഷണറി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായി? ട്രയൽ ബ്ലേസർ ആയി. ഏറ്റവും ടോപ്പിൽ 50% ഷെയർ കിട്ടുന്ന രീതിയിലാണ്, ആ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. എല്ലാ ജനുവരി 1 മുതൽ എല്ലാ മാസവും കിട്ടുന്ന രീതിയിൽ അവർ ഫണ്ട് അലോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വാല്യൂ, എത്രയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത് കട്ടാവാതെ കൃത്യമായിട്ട് എല്ലാ മാസവും 1-ാം തീയതി ഒരു വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും.
ആ ഇടുന്ന എഫേർട്ടിന് നമുക്ക് ഓൾറെഡി ലക്ഷക്കണക്കിന് നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ റെഫർ ചെയ്തതിന്റെ ഭാഗമായിട്ടും നമ്മൾ ലെവൽ ഇൻകം ആയിട്ടും നമുക്ക് ഗ്ലോബൽ ഷെയർ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ എനർജി ടോക്കൺ കിട്ടുന്നുണ്ട്. അതിന് പകരം നമുക്ക് അവരുടെ ഓൺ കോയിൻ കിട്ടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റോയാലിറ്റി കിട്ടാനുള്ള കമ്മിറ്റ്മെന്റ് അവർ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിന്റെ ഇൻകം സ്ട്രക്ചർ എന്താണ്? നമുക്കറിയാം 1 മുതൽ 3 വരെ കോൺട്രാക്ട് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന $300 ആണ്. എന്നാൽ അപ്രോക്സിമേറ്റ്ലി 27,300 രൂപയാണ്. അതിന്ന് ഒരു 5 വരെ റെഫർ ചെയ്യുമ്പോഴത്തേക്ക് റെഫറൽ ഇൻകം മാത്രം നമുക്ക് $600 തിരിച്ചു കിട്ടും. റെഫറൽ ഇൻകം മാത്രം 40% $600 കിട്ടും. ദെൻ 5 ലെവലിൽ നിന്ന് ഇൻകം കിട്ടാനുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയാണ്. 5 പേരിനും ലെവൽ ഇൻകം മാത്രം 42 ലക്ഷം കിട്ടുന്ന പൊട്ടൻഷ്യൽ ഉണ്ട് ആ ഒരു 3 കോൺട്രാക്റ്റിലൂടെ മാത്രം. ദെൻ നമുക്കറിയാം ഗ്ലോബൽ ഷെയർ അൺലിമിറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ഷെയർ എങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ 3ാമത്തെ കോൺട്രാക്ട് ആക്റ്റീവ് ആയിരിക്കണം. ഇവിടെ 1 മുതൽ 3 വരെ കുറിച്ച് ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ആ 3ാമത്തെ കോൺട്രാക്ട് ഒന്നും അൺലിമിറ്റഡ് ആയിട്ട് ഗ്ലോബൽ ആരെ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തും നമുക്ക് ഗ്ലോബൽ ഷെയർ കിട്ടും. പിന്നെ 1 മുതൽ 6 വരെയുള്ള കോൺട്രാക്ട് ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ ചെലവാക്കുന്ന $1,050 ആണ്. 94,500 96,000 രൂപ ചെലവാക്കുന്നു. അതിന്ന് ലെവൽ ഇൻകം മാത്രം 1,89,000 കിട്ടും. അതിന്റെ റെഫറൽ ഇൻകം മാത്രം 1,89,000 കിട്ടും. അതിന്റെ 5 ലെവലിൽ നിന്നുള്ള ഈ ജനറേഷൻ ഇൻകം മാത്രം ഈ പറഞ്ഞ 1,68 ലക്ഷം വരെ കിട്ടാനുള്ള പൊട്ടൻഷ്യൽ. പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് ഗ്ലോബൽ ഷെയർ എന്ന് ചോദിക്കാൻ 3ാമത്തെ ഗ്ലോബൽ ഷെയർ 3 എന്നുള്ള ഗ്ലോബൽ ഷെയർ കിട്ടും, 6 എന്നുള്ള ഗ്ലോബൽ ഷെയർ കിട്ടും. ഭാവിയിൽ 1 മുതൽ 9 വരെ ആക്ടിവിറ്റിക്കുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 4,050 ടോട്ടൽ സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞത്. ഏതാണ്ട് ഒരു 3.25 ലക്ഷം രൂപയുടെ അടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യലും 3,70,000 സ്പെൻഡ് ചെയ്യണം. അത് നമുക്ക് 5 വരെ റെഫർ ചെയ്യുമ്പോൾ അവരും 9 കോൺട്രാക്ട് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തന്നെ റെഫറൽ ഇൻകം മാത്രം നമുക്ക് 7,29,000 കിട്ടും. പ്ലസ് ജനറേഷൻ ഇൻകം നമുക്ക് 5,90 ലക്ഷം വരെ കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ദെൻ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് 3ാമത്തെയും 6ാമത്തെയും 9ാമത്തെയും കോൺട്രാക്ട് നിന്നും 3 കോൺട്രാക്റ്റുകളിൽ നിന്നും നമുക്ക് ഗ്ലോബൽ ഷെയർ കിട്ടും. ഇതിനൊരു സ്നാപ്ഷോട്ടും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് ഏർലി സ്റ്റേജിൽ കയറി നിൽക്കുക എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എപ്പോഴും അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വലിയൊരു ഭാഗ്യമാണ്. രണ്ടാമത്തത് മാസീവ് ആയിട്ടുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോഗ്രാമാണ്. പിന്നെ ഡീസെൻട്രലൈസ്ഡ് ആണ്. ഒരിക്കലും മാറ്റത്തിരുത്തുകൾ വരുത്താൻ പറ്റാത്ത രീതിയിൽ ഒരു ഷട്ട് ഡൗണും ഒരു മെയിൻ്റനൻസും ഇല്ലാത്ത രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം. അത് ആ രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പ്രോഗ്രാം. വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് നമ്മുടെ ചോയ്സ് അനുസരിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്രയാണോ പണം, എത്രയാണോ ഫിനാൻഷ്യലി നമുക്ക് സ്ട്രോങ് ആവേണ്ടത് അത്ര വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പാസീവ് ഇൻകം കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത ഗ്ലോബൽ ഷെയർ ഇൻകം. അതൊന്നും കൂടാതെ റിസ്ക് ഫ്രീ ആണ്, ഒരു മാനിപ്പുലേഷനും ഇല്ല, വളരെ സ്ട്രോങ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം. ഇതാണ് ക്വാൻഫോജിന്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത്. ബാക്കിയുള്ള പ്രോഗ്രാമുകളെല്ലാം വരാൻ കിടക്കുന്നതാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ശ്ലോകം പോലെ തന്നെ ദ റൈറ്റ് പ്ലേസ് ടു ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപോലെ വരുമാനം കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെക്കോർഡിംഗ് എടുത്തിട്ടുണ്ട്. വേറെയും ഇനിയും ദിവസങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു PPT തന്നെ ആയിരിക്കും ആളുകൾ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു, ഒരുപക്ഷെ പോസിബിൾ ആണെങ്കിൽ. താങ്ക് യു സോ മച്ച്. ബാക്ക് ടു താങ്ക് യു ഹസീം ക. വളരെ എന്താ പറയാ, നല്ല രീതിയിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ധാരണ, ഒരു വ്യക്തിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 40% കിട്ടുമെന്നോ, ആര് വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഗ്ലോബൽ ഷെയർ കിട്ടുമെന്നോ എന്നുള്ള ഒരു ധാരണ മാത്രമായിട്ടിരുന്ന പല ആളുകളും ഉണ്ട്. പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രസന്റേഷൻ കേട്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം മനസ്സിലാക്കുന്ന രീതിയിലും ഈ ഒരു പ്രോഗ്രാം ഒരു റെഫറൽ പ്രോഗ്രാം മാത്രമല്ല, 1 by 1 ആയിക്കൊണ്ട് ഓരോ സ്റ്റേജിലും ഓരോ പുതിയ പ്രോഗ്രാമുകൾ ലോഞ്ച് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വലിയൊരു എക്കോസിസ്റ്റം ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എനിവേ, ഈ ഒരു പ്രോഗ്രാം ഇത്രയും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്ത് തന്ന, നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഹസീം സാറിന് എല്ലാവരും നല്ലൊരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുത്തുകൊണ്ട് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് നല്ലൊരു ഡിജിറ്റൽ ക്ലാപ്പ് എന്ത് ചെയ്യണം, കൊടുക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെ വളരെയധികം നല്ല രീതിയിൽ ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എല്ലാവരും വരുമാനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ട് ഇതുവരെ നമ്മൾ ജീവിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരു മന്ത്ലി എക്സ്പെൻസിന് വേണ്ടി ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട ആളുകളുമല്ല. നമുക്ക് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മുടെ ലൈഫിലേക്ക് എത്തിച്ച് കിട്ടണമെങ്കിൽ, നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ ഒരു ചെറിയ സമയം, നമുക്കറിയാം ഇനി എത്ര സമയം നമ്മൾ ഓരോ വ്യക്തികൾക്കും ഉണ്ട് ഇല്ല എന്ന് നമുക്കറിയില്ല. പക്ഷേ വളരെ ചെറിയ 50 വയസ്സോ 60 വയസ്സോ 70 വയസ്സോ ഇത്രയും ഒരു ചെറിയൊരു ഗ്യാപ്പിന്റെ ഉള്ളിൽ നമ്മൾ നടത്തുന്ന ഒരു വലിയൊരു വാറാണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈഫിൽ നമുക്ക് എന്തൊക്കെ ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എനിക്കും നിങ്ങൾക്കും ഒക്കെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഹെവി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വർഷങ്ങളാണ്. നമുക്കറിയാം ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും ബാധ്യതകളും തരണം ചെയ്ത് മുന്നോട്ട് പോയി ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം നമുക്ക് ലൈഫിൽ ആസ്വദിച്ച് ജീവിച്ചു മരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ദ റൈറ്റ് ഡിസിഷൻ നമ്മൾ എടുത്തേ പറ്റുള്ളൂ. നിങ്ങൾ ഈ ഒരു പ്രൊജക്ട് കേട്ട് പുതിയ ആളുകൾ ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. ഈ പുതിയ ആളുകൾ ഈ പ്രസന്റേഷൻ കേട്ടിട്ട് നിങ്ങൾ യെസ് എന്നോ നോ എന്നോ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം
ഈ ഒരു പ്രൊജക്ട് നിങ്ങൾ 28,000 രൂപക്കോ 96,000 രൂപക്കോ 6 സ്ലോട്ടോ 9 സ്ലോട്ടോ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടക്കുന്ന പൈസയിൽ നിന്ന് 1 രൂപ നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യത ഇതിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പ്രൊജക്ട് ഏറ്റെടുക്കരുത്. വളരെയധികം ചങ്കുരത്തോടു കൂടി പറയണം. അതല്ല, നിങ്ങൾ ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തത് കൊണ്ട് നിങ്ങൾ മുടക്കിയ പൈസയേക്കാളും 1 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടുകയും നിങ്ങളെ വിശ്വസിച്ച് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ആ ദിവസം മുതൽ 1 രൂപ വരുമാനം മേടിച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ട് കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ യുവർ ഫ്യൂച്ചർ എന്ന് ഞാൻ ഉറക്കെ പറയും. കാരണം ഈ ഒരു പ്രൊജക്റ്റിൽ ഒരു വ്യക്തിക്കും 1000 പേര് ഈ പ്രൊജക്റ്റിലേക്ക് ഇതുവരെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ 999 പേർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, വരുമാനം കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കും. അവസാനം വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒഴികെ ബാക്കി എല്ലാ ആളുകൾക്കും ഗ്ലോബൽ ഷെയർ കിട്ടിയിട്ടുള്ള വ്യക്തികളാണ് ഇന്ന് ഈ ഒരു ബിസിനസ് കേട്ടുകൊണ്ടിരിക്കുന്നതും ഇതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളും. അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അതൊരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ളതല്ല, അത് കോമ്പറ്റീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ നമുക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കൊരു 10 പേരെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു 10 കുടുംബങ്ങളുടെ കയ്യിലേക്ക് ഒരു വരുമാനം, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആ ഒരു സ്റ്റാർട്ടിങ് ഡേ മുതൽ അവർ മുടക്കിയിട്ടുള്ള ആ മുതൽ മുടക്കിന്റെ ആ ഒരു ദിവസം മുതൽ തന്നെ അവരുടെ കയ്യിലേക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ദ വൺ ആൻഡ് ഓൺലി ഗ്ലോബൽ ഷെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് കോയിൻഫോർജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നല്ലൊരു മഹത്തായിട്ട് ഒരു പ്രൊജക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ലൈഫിലേക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ദൈവം നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് തന്നിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കാം. അപ്പൊ ജീവിതം എന്ന് പറയുന്ന ഒരു 3 അക്ഷരത്തിന്റെയും മരണം എന്ന് പറയുന്ന ഒരു 3 അക്ഷരത്തിനും ഇടയിലുള്ള ഒരു 3 അക്ഷരമാണ് ജീവിതം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്യാപ്പ്. ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് ആസ്വദിച്ച് നിങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടിയേ തീരും. ഒരിക്കലും MA യൂസഫ് അലി ഒരു ഹൈപ്പർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വലിയൊരു മാൾ ശൃംഖല ക്രിയേറ്റ് ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല. പക്ഷേ അദ്ദേഹം പഠിച്ചതും അദ്ദേഹം മുന്നോട്ട് പോയതും ഒരുപക്ഷെ വേറെ മേഖലയിലായിരിക്കാം. പക്ഷെ ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്നത് വേൾഡിൽ അറിയപ്പെടുന്ന, കേരളത്തിലെ ഏറ്റവും മലയാളികളിൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു കോടീശ്വരനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റിന് ആ സമയത്ത് റൈറ്റ് പീപ്പിളുമായിട്ട് റൈറ്റ് ഡിസിഷൻ എടുത്തത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഏതൊരു ഓണ്ടർപ്രണേഴ്സിനും നിങ്ങൾക്ക് എടുത്താൽ അറിയാം, അവരാരും എന്ത് ചെയ്തിട്ടില്ല, ബോൺ ഓണ്ടർപ്രണേഴ്സ് അല്ല. അവരെല്ലാവരും ഓരോ മേഖലയിൽ നിന്നും ഒരു ടേണിംഗ് പോയിന്റ് കിട്ടിയതിനു ശേഷം മറ്റൊരു വ്യക്തിയിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ടേണിംഗ് പോയിന്റ് യെസ് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് അത് ലൈഫിൽ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് വേദനകൾ അനുഭവിച്ചുകൊണ്ട് ആ ഒരു പീരീഡിനെ സർവൈവ് ചെയ്തുകൊണ്ട് ഇന്ന് സക്സസ് ആയിട്ടുള്ള ആളുകളാണ്. സോ നമ്മളും ഇന്ന് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇന്നും ഓരോ ദിവസവും ഓരോ ആളുകൾക്കും കൊടുക്കാനുള്ള ബാധ്യതകൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകളാണ്. നമുക്കിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിലവിലുള്ള ജോലികളിൽ തൃപ്തരല്ലാത്ത ആളുകളാണ്. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലംസിനെ സർവൈവ് ചെയ്യാനും ഓവർകം ചെയ്യാനും നമുക്ക് മുന്നിലേക്ക് ദൈവം തന്നിട്ടുള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം ഈ പറയുന്ന കോയിൻഫോർജ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഞാനൊരു ചൈനീസ് ബുക്കിൽ, ഒരു ചൈനീസ് ഐതിഹ്യ പ്രകാരമുള്ള ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, പ്രകൃതി അല്ലെങ്കിൽ ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 5 അവസരങ്ങളാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഞാനും നിങ്ങളും ഈ പ്രസന്റേഷൻ കേട്ടപ്പോൾ നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ആദ്യത്തെ അവസരമാണോ ഇത്? രണ്ടാമത്തെ അവസരമാണോ? മൂന്നാമത്തതാണോ? നാലാമത്തതാണോ? അതോ 5ാമത്തതാണോ? ഈ 2020 ഈ ഒരു മേഖലയിലേക്ക് ഞാൻ കടന്നു വരുന്ന സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു ഒന്നാമത്തെ അവസരമല്ല, രണ്ടാമത്തതുമല്ല, മൂന്നാമത്തതുമല്ല. ഇനി 4ാമത്തതാണോ 5ാമത്തതാണോ സംശയിച്ച് നിൽക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ അന്നേ ഉറപ്പിച്ചു ഇതൊരു 5ാമത്തെ അവസരമാണ്, ഇതിന്റെ ഫൈനൽ ഒരു അവസരമായിട്ട് ഞാൻ കണ്ടു, ഏറ്റെടുത്തു. യെസ് എന്ന് പറയുന്ന ഒരു തീരുമാനം ദ റൈറ്റ് പീപ്പിളുമായിട്ട് റൈറ്റ് കമ്മ്യൂണിറ്റിയുമായിട്ട് ഞാൻ ഏറ്റെടുത്തപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചു പോന്നിരുന്ന ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഒരു ഹാപ്പി ലൈഫിലേക്ക് തിരിച്ചു വരാൻ എനിക്കും എന്നിലൂടെ ഒരുപാട് കേരളത്തിന്റെ അങ്ങ് ഒരു അറ്റം മുതൽ അറ്റം വരെ നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ കയ്യിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ലൈഫിലും ഒരു വെളിച്ചം കൊടുക്കാനും ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാനും ഇന്നും വളരെ അഹങ്കാരത്തോടു കൂടി, വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഒരു ഡിഗ്നിറ്റിയോട് കൂടി പറയാൻ പറ്റും, ഇന്നും എന്നിലൂടെ അല്ലെങ്കിൽ ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തത് കൊണ്ട് വരുമാനം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എനിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പറ്റും. വൺ ക്യാൻ ഡു ഇറ്റ്, ഓൾ ക്യാൻ ഡു ഇറ്റ്. സോ എല്ലാവർക്കും, ഇത്ര നേരം കേട്ടിരുന്ന എല്ലാ ആളുകൾക്കും ഒരു വലിയ വിജയം ആശംസിക്കുന്നു. ഒരു വലിയ ദിവസങ്ങളിൽ നിന്ന്, ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിന്ന് വലിയ വലിയ വിജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.